നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡ് യാത്രാ സീരീസിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബദരീനാഥ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചില പ്രദേശങ്ങൾ കണ്ടുകൊണ്ടാണ് നിർത്തിയത്. ഇതുകൂടാതെ ബദരീനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബദരീനാഥൻ്റെ വിവിധ ഭാവങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന 6 ക്ഷേത്രങ്ങൾ കൂടി വേറെയുണ്ട്. ബദരീനാഥ് ഉൾപ്പെടെ 7 ക്ഷേത്രങ്ങളാണുള്ളത്. സപ്തബദരികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നതും. അവയിൽ പഞ്ചബദരികൾ എന്നറിയപ്പെടുന്ന 5 ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യവും കൂടുതലാണ്. ബദരീനാഥിൽ നിന്നും ഹരിദ്വാർ റൂട്ടിൽ വരുമ്പോൾ കർണപ്രയാഗ് വരെയുള്ള ഗഡ്വാൾ ഹിമാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ പുരാതന ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യവും ഐതിഹ്യങ്ങളും ഒക്കെയുണ്ട്. അതിനുമപ്പുറം ഈ ക്ഷേത്രങ്ങൾ ഓരോന്നിൻ്റെയും വാസ്തുഘടനയും അതാത് പ്രദേശങ്ങളിലെ ഹിമാലയൻ ഗ്രാമങ്ങളുടെ ഭംഗിയുമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കൂടുതലും ഉൾഗ്രാമങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ടുള്ള മലയാളികളും തീരെ കുറവാണെന്ന് തന്നെ പറയാം. പ്രധാന ക്ഷേത്രമായ ബദരീനാഥ് വിശാലബദരി എന്നാണ് അറിയപ്പെടുന്നത്. പാണ്ഡുകേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന യോഗധ്യാൻ ബദരി, ജോഷിമഠിലെ നൃസിംഹബദരി, ജോഷിമഠിനടുത്തുള്ള സുഭായ് ഗ്രാമത്തിലെ ഭവിഷ്യബദരി, ജോഷിമഠ് തപോവൻ റൂട്ടിലുള്ള അർത്ഥബദരി, അനിമഠ് ഗ്രാമത്തിലെ വൃദ്ധബദരി, കൽപ്പേശ്വറിലേക്ക് പോകും വഴി ഉർഗം താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ധ്യാൻ ബദരി, കർണപ്രയാഗ് റാണിഖേത് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആദിബദരി എന്നീ ക്ഷേത്രങ്ങളാണവ. ഇതിൽ ആദിബദരി പോലുള്ള ക്ഷേത്രങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത്ര മനോഹരമായ വാസ്തുവിദ്യാവിസ്മയമാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഓരോരോ ക്ഷേത്രങ്ങളിലേക്കും ക്രമമായി എങ്ങനെ എത്തിച്ചേരാമെന്നും പോകും വഴിയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകളും അതാത് ക്ഷേത്രങ്ങളുടെ ഐതിഹ്യ പ്രാധാന്യവും ഗ്രാമീണ കാഴ്ചകളും ജനജീവിതവും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള ഹിമാലയൻ കാഴ്ചകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. ബദരീനാഥിനെ പറ്റിയുള്ള വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതിനെ ആവർത്തിക്കുന്നില്ല. ബദരീനാഥിൽ നിന്നും രാവിലെ 7 മണിയോടുകൂടി യാത്ര തിരിച്ചു. ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം പാണ്ഡുകേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന യോഗധ്യാൻ ബദരിയാണ്. ബദരീനാഥിൽ നിന്നും കർണപ്രയാഗ് റൂട്ടിൽ 22 കിലോമീറ്റർ കഴിയുമ്പോഴാണത്. സപ്തബദരികൾ ഒരു പരിക്രമണമായി പോകാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ബദരീനാഥിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. ബദരിയിൽ നിന്നും ഏതാണ്ട് 1 മണിക്കൂറോളം യാത്രയുണ്ട് പാണ്ഡുകേശ്വറിലേക്ക്. യാത്രയിലുടനീളം താഴ്വരയിലൂടെ ഒഴുകുന്ന അളകനന്ദാദി കാണാം. പ്രഭാത സമയത്ത് ഇതുപോലുള്ള ഹിമാലയൻ പാതകളിൽ കൂടിയുള്ള ബൈക്കിലുള്ള യാത്രയും വളരെ രസകരമാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന പാതയിൽ കൂടി തന്നെയാണ് തിരിച്ചു പോകുന്നതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകളിൽ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് കാണാനാവുക. ഇടയ്ക്ക് അളകനന്ദയുടെ മറുകരയിലായി പർവ്വതമുകളിൽ നിറയെ ആടുകൾ മേഞ്ഞു നടക്കുന്നത് കണ്ടു. പർവ്വതമുകളിൽ ഒരല്പം സമതലമായൊരു ഭാഗമാണത്. അവിടെ ആളുകൾ ടെൻ്റടിച്ചിരിക്കുന്നതും ആഹാരം പാകം ചെയ്യുന്നതുമൊക്കെ കാണാം. പക്ഷേ ഇത്രയും ഉയരത്തിലേക്ക് ഈ ആടുകളെയും കൊണ്ട് അവർ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇതിലെ അത്ഭുതം. ഇത് ഖേരോവാലി എന്നൊരു ഭാഗമാണ്. ഇവിടെ വഴിയരികിലായി ആകെ ഒരു കട മാത്രമാണുള്ളത്. താഴെ ഖീർഗംഗയുടെയും അളകനന്ദയുടെയും സംഗമസ്ഥാനം കാണാം. ഇവിടെ നിന്നുമാണ് പ്രസിദ്ധമായ ഖേരോവാലി ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. നന്ദാദേവി വനമേഖലയാണിത്. അളകനന്ദയുടെ തീരത്തുകൂടി ഖേരോ താഴ്വരയിലേക്ക് എത്തിച്ചേരുന്ന അതിമനോഹരമായൊരു ട്രെക്കിംഗ് ആണത്. ഈ യാത്രക്കിടയിൽ വർഷത്തിൽ 5 മാസം മാത്രം ആൾതാമസമുള്ള ഖേരോ എന്നൊരു ഗ്രാമവും ഒരു പുരാതന ക്ഷേത്രവും ഒക്കെ കടന്നു വരും. ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികളും ഉന്യാനി എന്നൊരു തടാകവുമൊക്കെ ഈ യാത്രക്കിടയിൽ കാണാം. ഏതാണ്ട് 5 ദിവസത്തോളം വേണം ഇത് പൂർത്തിയാക്കാൻ. വേണമെങ്കിൽ ഖേരോ താഴ്വര വഴി മഞ്ഞു മൂടിയ പർവ്വതങ്ങൾക്കിടയിലൂടെ ബദരീനാഥിലേക്കും നമുക്ക് എത്തിച്ചേരാം. താഴെ കാണുന്ന അളകനന്ദയ്ക്ക് കുറുകെയുള്ള ആ ഇരുമ്പ് പാലം അങ്ങോട്ടേക്കുള്ള പാതയാണ്. ഒരിക്കലെങ്കിലും പോകണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു യാത്രയുമാണത്. ഈ സ്ഥലത്തിന് തൊട്ടു താഴെയായി ഹനുമാൻ ചട്ടി എന്നൊരു ഭാഗമുണ്ട്. അവിടെ നിന്നുമാണ് ഈ ട്രെക്കിംഗ് തുടങ്ങുന്നതും. ബദരീനാഥിൽ നിന്നും 12 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ ഹനുമാൻ ചട്ടിയിലേക്ക് എത്തുക. ഇവിടെ പുരാതനമായ ഒരു ഹനുമത് ക്ഷേത്രവുമുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ ബദരീനാഥ് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. കല്യാണ സൗഗന്ധികം കഥയുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ഹനുമാൻ സ്വാമി ഭീമസേനൻ്റെ ഗർവ് നശിപ്പിച്ച കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബദരീനാഥ് യാത്രക്കാരുടെ പ്രധാന ഇടത്താവളവുമാണിത്. അങ്ങനെ നമ്മൾ പാണ്ഡുകേശ്വറിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെയാണ് സപ്തബദരികളിൽ രണ്ടാമത്തേതായ യോഗധ്യാൻ ബദരി സ്ഥിതി ചെയ്യുന്നത്. വഴിയുടെ ഇടതുവശത്തായി ക്ഷേത്രത്തിലേക്കുള്ള കവാടം കാണാം. വാഹനങ്ങൾ താഴേക്ക് ചെല്ലില്ല. ഗ്രാമത്തിലെ വീടുകൾക്കിടയിലൂടെ ഒരു ചെറിയ പാത മാത്രമാണുള്ളത്.
ബദരീനാഥിലെ തിരക്കേറിയ പാതയിൽ നിന്ന് മാറി സമയത്തെ മാറ്റി നിർത്തിയതുപോലെയുള്ള ഒരു ശാന്തതയാണ് ഈ ഗ്രാമത്തിൽ കാണാൻ കഴിയുക. मंदिर അളകനന്ദയുടെ തീരത്തായി ഗംഭീരമായ ഹിമാലയൻ കൊടുമുടികളുടെ പശ്ചാത്തലത്തിൽ പുരാതനമായൊരു ക്ഷേത്രം. യാതൊരുവിധ ബഹളങ്ങളുമില്ല, തിരക്കുമില്ല, വളരെ ശാന്തമായൊരു സ്ഥലം. ബദരീനാഥിനോളം തന്നെ പഴക്കവും പ്രാധാന്യവും ഈ ക്ഷേത്രത്തിനുണ്ട്. 2-3 ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണിത്. യോഗധ്യാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ധ്യാനവും ഭക്തിയും എന്നാണ്. ഭഗവാൻ ഒരു യോഗിയെപ്പോലെ ധ്യാനരൂപത്തിൽ ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ശൈത്യകാലത്ത് 6 മാസം ബദരീനാഥ് ക്ഷേത്രം അടയ്ക്കുമ്പോൾ ഭഗവാന്റെ ഉത്സവമൂർത്തിയായ ഉദ്ധവരുടെ പല്ലക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് ഇങ്ങോട്ടേക്കാണ്. പാണ്ഡവരുടെ പിതാവായ പാണ്ഡു മഹാരാജാവിൽ നിന്നുമാണ് ഈ സ്ഥലത്തിന് പാണ്ഡുകേശർ എന്ന പേര് ലഭിച്ചതും. ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെ ബന്ധിച്ച് മനസ്സിലാക്കാനുമുണ്ട്. പണ്ട് പാഞ്ചാലദേശം എന്ന പേരിലായിരുന്നു ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് തന്നെ പാണ്ഡവരുമായി ഈ ക്ഷേത്രം എത്രത്തോളം ബന്ധിച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാന ശ്രീകോവിലിന് തൊട്ടടുത്ത് തന്നെ വളരെ പുരാതനമായ ഒരു വാസുദേവ ക്ഷേത്രവുമുണ്ട്. കൂടാതെ കുന്തി ദേവി, മഹാദേവൻ, ഗരുഡൻ, ഹനുമാൻ തുടങ്ങിയ പ്രതിഷ്ഠകളും കാണാം. ഉത്തരേന്ത്യൻ നാഗര ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളാണിത്. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ അതീവ പ്രാധാന്യമുള്ള സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നുമാണ് ഈ ക്ഷേത്രം. നമ്മൾ കേരളത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്ഷേത്രത്തെപ്പറ്റി കുറച്ച് വിശേഷങ്ങളും ഇവിടുത്തെ കുറച്ച് ചിത്രങ്ങളുമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അവർ സമ്മതിക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്തു. ഇനി വേണ്ടത് ഭഗവാനോട് അതിനുള്ള അനുവാദം വാങ്ങുക എന്നുള്ളതാണ്. ബാഗും മറ്റ് സാധനങ്ങളുമൊക്കെ പുറത്ത് ഒതുക്കി വെച്ച് പതിയെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. പ്രധാന വാതിൽ കടന്ന് അകത്തേക്ക് ചെന്നാൽ അല്പം വിസ്താരമേറിയ ഒരു പ്രാർത്ഥനാ ഹാളും അതിനോട് ചേർന്ന് ഒരു മുഖമണ്ഡപവും ഗർഭഗൃഹവും, ഇത്രയുമാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ. നമുക്ക് പുറത്തെ കാലാവസ്ഥയിൽ നിന്നും അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം പ്രകടമായി അനുഭവിച്ചറിയാം. അത്ര ശക്തമായൊരു ഊർജ്ജമാണ് നമുക്കവിടെ അനുഭവിക്കാൻ കഴിയുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പാണ്ഡു മഹാരാജാവിനാൽ പ്രതിഷ്ഠിക്കപ്പെടുകയും അതിനുശേഷം നൂറ്റാണ്ടുകളോളം ശങ്കരാചാര്യസ്വാമികളെപ്പോലെയുള്ള ഈശ്വരതുല്യരായ ഋഷിമാരാൽ പൂജിക്കപ്പെടുകയും ചെയ്ത വിഗ്രഹം. ഭഗവാന്റെ താഴത്തെ കൈകൾ യോഗമുദ്രയിലും മുകളിലത്തെ കൈകളിൽ യഥാക്രമം ചക്രവും ശംഖും ധരിച്ചിരിക്കുന്നു. ഭഗവാന്റെ ഇടതുവശത്ത് ലക്ഷ്മി നാരായണൻ, വലതുവശത്ത് ദ്രൗപദി, ഭൂമിദേവി, ലക്ഷ്മിദേവി, ഗരുഡൻ എന്നീ പ്രതിഷ്ഠകളും കാണാം. ഭഗവാന്റെ ധ്യാനഭാവം പോലെ തന്നെ ഒരു 2 മിനിറ്റ് അവിടെ കണ്ണടച്ചിരുന്നാൽ നമ്മളും അറിയാതെ ആ ധ്യാനത്തിലായി പോവും. ആ ഒരു പ്രതിഷ്ഠയുടെ സവിശേഷതയാണത്. അധികം തിരക്കില്ലെങ്കിൽ മുഖമണ്ഡപത്തിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കുകയും ആവാം. കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം പതിയെ പുറത്തേക്കിറങ്ങി. ശ്രീകോവിലിൻ്റെ മുൻവശത്തായി ഹനുമാൻ, മഹാദേവൻ എന്നീ പ്രതിഷ്ഠകളും മഹാദേവന് മുൻപിലായി ഒരു നന്ദി പ്രതിഷ്ഠയും കാണാം. തൊട്ടപ്പുറത്തെ വാസുദേവ ക്ഷേത്രവും ഇതുപോലെ തന്നെയാണ്. ചതുർബാഹുവായി നിൽക്കുന്ന രൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണിവിടെ. ഉത്തരാഖണ്ഡിലെ തന്നെ ഏറ്റവും മനോഹരമായ വിഗ്രഹങ്ങളിൽ ഒന്നുമാണിത്. പൂർണ്ണമായും ശിലാനിർമ്മിതമായ കൊത്തുപണികളോടുകൂടിയ ക്ഷേത്ര സമുച്ചയം. AD 9-ാം നൂറ്റാണ്ടിലെ കത്യൂരി രാജവംശവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രചരിത്രം പറയുന്നത്. ആദി ശങ്കരാചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയ ആചാരരീതികളാണ് ഇപ്പോഴും ഇവിടെ നടന്നു വരുന്നത്. കത്യൂരി രാജവംശത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ 5 ചെമ്പുലിഖിതങ്ങളും ഒരു ശിലാശാസനവും ഉൾപ്പെടെ 6 രേഖകളാണ് ആകെ ഉത്തരാഖണ്ഡിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 4 ചെമ്പുലിഖിതങ്ങളും ലഭിച്ചത് ഈ ക്ഷേത്രത്തിൽ നിന്നുമാണ്. കത്യൂരി രാജാവായ ലളിതാസുരദേവൻ, പത്മതദേവൻ, സുഭിക്ഷരാജദേവൻ എന്നിവരുടേതാണ് ഈ ലിഖിതങ്ങൾ. ഈ ഫലകങ്ങളിൽ ഗഡ്വാൾ മേഖലയിലെ ക്ഷേത്രങ്ങൾക്കായി രാജവംശം ഭൂമി ദാനം ചെയ്തതിനെക്കുറിച്ചും കൂടാതെ മറ്റു ചില വിവരങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വിലപ്പെട്ട രേഖകളാണിവ. ക്ഷേത്രത്തെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങൾ ഇവയൊക്കെയാണ്. ഇനി ഇവിടുത്തെ ഐതിഹ്യം കൂടി ഒന്ന് മനസ്സിലാക്കാം. പാണ്ഡവരുമായി ബന്ധപ്പെട്ട് പണ്ടുകാലത്ത് ഇവിടം പാഞ്ചാലദേശം എന്നും അറിയപ്പെട്ടിരുന്നു. പാണ്ഡുരാജാവാണ് ഇവിടെ ധ്യാനരൂപത്തിലുള്ള ഭഗവാനെ പ്രതിഷ്ഠിച്ചത് എന്നാണ് ഐതിഹ്യം. കൂടാതെ പാണ്ഡവരുടെ ജനനവും ഇവിടെയായിരുന്നു അത്രേ. പാണ്ഡുരാജാവ് അവസാന കാലം ചെലവഴിച്ചതും നിർവ്വാണം പ്രാപിച്ചതും ഇവിടെയാണ്. പാണ്ഡവർ സ്വർഗാരോഹണ യാത്രയ്ക്ക് മുൻപ് ഇവിടെ എത്തി തങ്ങളുടെ ആയുധങ്ങളും മറ്റും സമർപ്പിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട്. അതുപോലെ യുധിഷ്ഠിരൻ തങ്ങളുടെ രാജ്യാധികാരം പരീക്ഷത്തിന് കൈമാറിയതും ഇവിടെ വെച്ചാണത്രേ. ഈ കഥ അല്പം വിശദമാക്കിയെങ്കിലേ മനസ്സിലാവൂ. നമുക്ക് പാണ്ഡു മഹാരാജാവിൽ നിന്ന് തന്നെ തുടങ്ങാം.
ഒരിക്കൽ പാണ്ഡു മഹാരാജാവ് കാട്ടിൽ നായാട്ടിന് പോയപ്പോൾ മാനിൻ്റെ രൂപത്തിൽ ക്രീഡിച്ചുകൊണ്ടിരുന്ന കിന്തമമുനിയെയും പത്നിയെയും ആളറിയാതെ അബദ്ധത്തിൽ അമ്പെയ്ത് വീഴ്ത്തി. മരിക്കുന്നതിന് മുൻപ് മുനി പാണ്ഡുവിനെ ശപിച്ചു. എന്ന് നീ നിന്റെ പത്നിയെ സ്നേഹത്തോടെ സമീപിക്കുന്നുവോ അന്ന് നീ മരിക്കും. ശാപം കേട്ട പാണ്ഡു അതീവ ദുഃഖിതനായി. സന്താനങ്ങളില്ലാതെ തനിക്ക് വംശനാശം സംഭവിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. തുടർന്ന് ഹസ്തിനപുരിയിലെ രാജ്യഭരണം തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രയെയും ഏൽപ്പിച്ച് തൻ്റെ പത്നിമാരായ കുന്തിക്കും മാദ്രിക്കുമൊപ്പം ശാപമോക്ഷത്തിനായി തപസ്സനുഷ്ഠിക്കാൻ ഹിമാലയത്തിലെ ഈ ഭാഗത്തേക്കെത്തി. ശതശൃംഗ പർവ്വതം എന്നായിരുന്നു ഈ ഭാഗം അന്ന് അറിയപ്പെട്ടിരുന്നത്. പാണ്ഡു ഇവിടെ വന്ന് ദീർഘകാലം തപസ്സനുഷ്ഠിക്കുകയും യോഗരൂപത്തിലുള്ള ഭഗവാനെ പ്രതിഷ്ഠിച്ച് കാലങ്ങളോളം പൂജിക്കുകയും ചെയ്തു. പക്ഷേ എന്തു ചെയ്താലും തനിക്ക് സന്താനഭാഗ്യം ഉണ്ടാവില്ല എന്നുറപ്പായപ്പോൾ പാണ്ഡു വീണ്ടും തളർന്നു. ഈശ്വരന് പോലും വിധിയെ മാറ്റിമറിക്കാൻ കഴിയില്ലെങ്കിലും ഭഗവാൻ തൻ്റെ ഉത്തമ ഭക്തനെ കൈവിടാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം അതിന് മറ്റൊരു വഴിയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുന്തിദേവി പാണ്ഡുവിനോട് ഒരു കാര്യം പറഞ്ഞു. കുന്തിദേവിക്ക് ചെറുപ്പത്തിൽ ദുർവാസാവ മഹർഷി വിശിഷ്ടമായ ഒരു മന്ത്രോപദേശം കൊടുത്തിരുന്നു അത്രേ. ഏതൊരു ദേവനെ സ്തുതിച്ചുകൊണ്ട് ആ മന്ത്രം കുന്തിദേവി ജപിക്കുന്നുവോ ആ ദേവൻ്റെ അംശത്തിലുള്ള ഒരു പുത്രനെ കുന്തിക്ക് ലഭിക്കും. അതായിരുന്നു ആ മന്ത്രത്തിൻ്റെ ശക്തി. ഇക്കാര്യം പത്നിയിൽ നിന്ന് മനസ്സിലാക്കിയ പാണ്ഡുരാജാവിന് വലിയ സന്തോഷമായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുന്തിദേവി ഈ മന്ത്രം പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് യമധർമ്മനെ സ്മരിച്ചപ്പോൾ യുധിഷ്ഠിരൻ ജനിച്ചു. വായുദേവനിൽ നിന്നും ഭീമനുണ്ടായി, ഇന്ദ്രദേവനിൽ നിന്നും അർജുനനും. പിന്നീട് മാദ്രിയും ഇതേ മന്ത്രം തന്നെ പ്രയോഗിച്ച് അശ്വിനി ദേവന്മാരെ സ്മരിക്കുകയും നകുല സഹദേവന്മാർ കൂടി ജനിക്കുകയും ചെയ്തു. അങ്ങനെ സന്തോഷത്തോടെ വളരെ നാളുകൾ കടന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം ഒരു വസന്തകാലത്ത് പത്നിയായ മാദ്രിയെയും കൂട്ടി വനത്തിലൂടെ നടക്കുകയായിരുന്ന പാണ്ഡു പ്രകൃതിയുടെ മനോഹാരിതയിൽ ലയിക്കുകയും ശാപം മറന്ന് മാദ്രിയെ സ്നേഹത്തോടെ സമീപിക്കുകയും ചെയ്തു. തൻ്റെ ഭർത്താവിന് കിട്ടിയ ശാപത്തെക്കുറിച്ചറിയാവുന്ന മാദ്രി അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അങ്ങനെ മുനിയുടെ ശാപം പോലെ തന്നെ പാണ്ഡു ആ നിമിഷം തന്നെ മരണപ്പെടുകയും ചെയ്തു. ദുഃഖം താങ്ങാനാവാതെ മാദ്രിയും അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു. പാണ്ഡു മഹാരാജാവ് തൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം കാലവും തപസ്സു ചെയ്തതും പാപപരിഹാരത്തിനായി ഭഗവാനെ പൂജിച്ചതും നിർവ്വാണം പ്രാപിച്ചതും ഇവിടെ വച്ചാണ്. അദ്ദേഹം പൂജിച്ചിരുന്ന അതേ വിഗ്രഹമാണത്രേ ഇവിടെയുള്ളത്. ഈ കഥയുടെ പശ്ചാത്തലത്തിലാണ് ഇവിടം പാണ്ഡുകേശ്വർ എന്നറിയപ്പെട്ടത്. ഒരു ശാപം മാറ്റിവരച്ച വിധിയുടെ കഥയാണ് പാണ്ഡുകേശ്വറിന് പറയാനുള്ളത്. രാജ്യം ഉപേക്ഷിച്ച് ശാപമോക്ഷത്തിനായി പാണ്ഡുരാജാവ് അലഞ്ഞ ഈ മലനിരകളാണ് ഒടുവിൽ പഞ്ചപാണ്ഡവരുടെ ജനനത്തിനും സാക്ഷ്യം വഹിച്ചത്. പാണ്ഡുവിൻ്റെ തപസ്സും കുന്തിദേവിയുടെ പ്രാർത്ഥനകളും ഇന്നും ഇവിടുത്തെ കാറ്റിൽ അലിഞ്ഞുചേർന്നിട്ടുണ്ട്. കുന്തിദേവിയുടെ ശ്രീകോവിലാണ് വലതുവശത്ത് കാണുന്നത്. കുന്തിദേവിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുടെ പ്രാധാന്യം മൂലം കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് കുന്തിദേവിയെ പ്രാർത്ഥിക്കുന്നതും പതിവാണ്. അതേസമയം പാണ്ഡുരാജാവിൻ്റെയും മാദ്രിയുടെയും സാന്നിധ്യം ഈ മതിലകത്ത് സജീവമായി തന്നെ കണക്കാക്കുന്നു. പാണ്ഡുവിനെ ഒരു രാജർഷി എന്ന നിലയിലാണ് ഇവിടെ കണക്കാക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ശിലയിലും പാണ്ഡു മഹാരാജാവിൻ്റെ തപസ്സിൻ്റെ ചൂടുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനരൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ശ്രീകോവിലിനുള്ളിൽ തന്നെ ആ രാജർഷിയുടെ ഭക്തിയും ലയിച്ചു ചേർന്നിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ തൊട്ടു താഴെയായി അളകനന്ദി ഒഴുകുന്നുണ്ട്. ക്ഷേത്രമുറ്റത്തിരുന്നാൽ അവളുടെ ശബ്ദം ഒരു സംഗീതം പോലെ തന്നെ കേൾക്കാം. യോഗധ്യാൻ ബദരി എന്ന പേര് പോലെ തന്നെ ധ്യാനാവസ്ഥയുടെ ഒരു ശാന്തതയാണിവിടെ. ഐതിഹ്യങ്ങൾ ഇഴചേർന്ന ഇവിടുത്തെ കൽപ്പടവുകളിൽ ഇരിക്കുമ്പോൾ പാണ്ഡു മഹാരാജാവിൻ്റെ കഥ നമ്മുടെ ഉള്ളിൽ ഒരു തേങ്ങലായി അവശേഷിക്കും. അധികം താമസിയാതെ യോഗധ്യാൻ ബദരിയിൽ നിന്നും മടക്കയാത്ര ആരംഭിച്ചു. ഹിമാലയത്തിലെ ഈ ചെറുഗ്രാമം ഇന്നും അതിൻ്റെ പഴമയും പവിത്രതയും ഒട്ടും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നു. അതികഠിനമായ തണുപ്പിനെയും ഭൂപ്രകൃതിയെയും ഒക്കെ അതിജീവിച്ച് കൃഷിയും മറ്റു കാര്യങ്ങളുമായി ലളിതമായി ജീവിക്കുന്നവരാണിവർ. നാലുപാടും മഞ്ഞു മൂടിയതും പച്ചപ്പുള്ളതുമായ ഉയർന്ന മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ഗ്രാമം. ഇവിടെ നിന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഗോവിന്ദഘട്ടിലേക്കാണ്. ഈ സ്ഥലം പ്രധാനമായും അറിയപ്പെടുന്നത് രണ്ട് ലോകപ്രശസ്തമായ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശന കവാടം എന്ന നിലയിലാണ്. സിഖ് മതക്കാരുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഹേംകുണ്ട് സാഹിബ്. രണ്ടാമത്തേത് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള പൂക്കളുടെ താഴ്വരയിലേക്കുള്ള യാത്ര. ഈ രണ്ട് സ്ഥലങ്ങളിലേക്കുമുള്ള ട്രെക്കിംഗ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്.
അളകനന്ദാ നദിയും ഹേംകുണ്ട് ഭാഗത്തു നിന്ന് വരുന്ന ലക്ഷ്മൺ ഗംഗയും സംഗമിക്കുന്നതും ഗോവിന്ദഘട്ടിലാണ്. ഇവിടെയുള്ള വലിയ ഗുരുദ്വാര തീർത്ഥാടകർക്ക് താമസവും ഭക്ഷണവുമൊക്കെ സൗജന്യമായി നൽകും. മെയ് മുതൽ ഒക്ടോബർ വരെ നല്ല തിരക്കുമായിരിക്കും ഇവിടെ. ഗോവിന്ദഘട്ട് കഴിഞ്ഞാൽ പിന്നെ ജോഷിമഠിന് തൊട്ട് മുൻപുള്ള വിഷ്ണുപ്രയാഗാണ്. ഉത്തരാഖണ്ഡിലെ പഞ്ചപ്രയാഗുകളിൽ ആദ്യത്തേതാണ് വിഷ്ണുപ്രയാഗ്. ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രവുമുണ്ട്. അഷ്ടഭുജാകൃതിയിലുള്ള ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് AD 1889 ഇൻഡോറിലെ മഹാറാണിയായിരുന്ന അഹല്യാഭായ് ഹോൾക്കറാണ്. നാരദ മഹർഷി ഇവിടെ വെച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തിരുന്നുവെന്നും ഭഗവാൻ ദർശനം നൽകിയെന്നുമാണ് ഇവിടുത്തെ ഐതിഹ്യം. വിഷ്ണുപ്രയാഗിൻ്റെയും ജോഷിമഠിലെ നരസിംഹക്ഷേത്രത്തിൻ്റെയും ഒക്കെ വിശദമായ കാര്യങ്ങൾ ഇതിനു മുൻപ് ചെയ്ത ഗോപേശ്വറിൽ നിന്നും ബദരീനാഥിലേക്ക് എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുമുള്ളതാണ്. എങ്കിലും ഈ വീഡിയോയുടെ ഒരു പൂർണ്ണതയ്ക്കായി വളരെ ചുരുക്കി കുറച്ചു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അടുത്ത ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതുമാണ്. സമയദൈർഘ്യം കൂടുതലുള്ള വീഡിയോ ആയതുകൊണ്ട് ഓരോ ചാപ്റ്ററും പ്രത്യേകമായി കൊടുക്കുകയും ചെയ്യാം. ബദരീനാഥിൽ നിന്നും വരുന്ന അളകനന്ദയും തപോവനടുത്തുള്ള നീതി വാലിയിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ധൗളി ഗംഗയും സംഗമിക്കുന്ന ഒരിടമാണിത്. സംഗമസ്ഥാനത്ത് അതിശക്തമായി 2 നദികളും കൂട്ടിമുട്ടുന്ന ആ കാഴ്ച നമുക്ക് അല്പം ഭയമുണ്ടാകും. ഇവിടെ നിന്നും ഇനി ജോഷിമഠിലേക്കാണ് പോവേണ്ടത്. അളകനന്ദയുടെ തീരത്തുകൂടി അതിമനോഹരമായൊരു പാതയിലൂടെയാണ് നമ്മളിനി പോകുന്നത്. ഈ ജോഷിമഠ് എന്ന് പറയുമെങ്കിലും ജ്യോതിർമഠം എന്നതാണ് ഈ പ്രദേശത്തിൻ്റെ യഥാർത്ഥ പേര്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും 6150 അടി ഉയരത്തിലാണ് ജോഷിമഠ് സ്ഥിതി ചെയ്യുന്നത്. നിരവധി പർവ്വതാരോഹണ പരിവേഷണങ്ങൾ, ട്രെക്കിംഗ് പാതകൾ, ബദരീനാഥ് പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള ഒരു കവാടമാണ് ജോഷിമഠ്. അതുപോലെ ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക സ്റ്റേഷനുകളിൽ ഒന്നുമാണിത്. ഇവിടെയാണ് പ്രസിദ്ധമായ നരസിംഹ ബദരി സ്ഥിതി ചെയ്യുന്നത്. ബദരീനാഥുമായി വളരെ അടുത്ത ബന്ധമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. അതുപോലെ ശങ്കരാചാര്യർ സ്ഥാപിച്ച ജ്യോതിർമഠവും ഇവിടെയുണ്ട്. ഹിമാലയത്തിലെ ആത്മീയ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഒന്നാണ് ജോഷിമഠ്. AD 8-ാം നൂറ്റാണ്ടിൽ ആദി ശങ്കരാചാര്യർ സ്ഥാപിച്ച ഈ നരസിംഹ ക്ഷേത്രത്തിന് 1200 വർഷത്തിലേറെ പഴക്കവുമുണ്ട്. ഇപ്പോൾ പക്ഷേ പുനരുദ്ധാരണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ നരസിംഹ വിഗ്രഹത്തിൻ്റെ ഇടത് കൈ ഓരോ വർഷവും നേർത്തു വരികയാണ്. ഇവിടുത്തെ നരസിംഹമൂർത്തിയുടെ കൈ അറ്റുപോകുമ്പോൾ ബദരീനാഥിലെ നരനാരായണ പർവ്വതങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുകയും ബദരീനാഥിലേക്കുള്ള പാത എന്നേക്കുമായി അടഞ്ഞു പോവുകയും തുടർന്ന് ഭഗവാൻ ജോഷിമഠിനടുത്തുള്ള സുഭായ ഗ്രാമത്തിലെ ഭവിഷ്യബദരിയിലെ ഒരു കറുത്ത സാളഗ്രാമശിലയായി വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഐതിഹ്യം. ശാന്തഭാവത്തിലുള്ള നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. താമരപ്പൂവിൽ ഇരിക്കുന്ന രീതിയിൽ സാളഗ്രാമശിലയിൽ നിർമ്മിച്ചതാണ് ഇവിടുത്തെ വിഗ്രഹം. ആദി ശങ്കരാചാര്യസ്വാമികളാണ് ഇവിടെ നരസിംഹമൂർത്തിയെ പ്രതിഷ്ഠിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഭഗവാനെ കൂടാതെ ബദരീനാഥൻ, രാമലക്ഷ്മണന്മാർ, സീതാദേവി, കുബേരൻ, ഗരുഡൻ, കാളികാദേവി എന്നീ പ്രതിഷ്ഠകളും ഗർഭഗൃഹത്തിലുണ്ട്. പുനരുദ്ധാരണത്തിന് ശേഷം അല്പം ആധുനികത കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം ഒന്ന് കാണുക തന്നെ വേണം. തമിഴ് വൈഷ്ണവ സന്യാസിമാരായ 12 ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ ഒന്നുമാണിത്. ദിവ്യദേശങ്ങളുടെ പട്ടികയിൽ തിരുപ്പിരുതി എന്ന പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത്. തിരുമങ്കൈയാഴ്വാറുടെ പാസുരങ്ങളിലാണിത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് ഭഗവാൻ ഇവിടെ പരമപുരുഷൻ എന്ന പേരിലും ലക്ഷ്മീദേവി പരിമളവല്ലി നാച്ചിയാർ എന്നുമാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. തിരുമങ്കൈയാഴ്വാറുടെ പാസുരങ്ങളിൽ ഈ ക്ഷേത്രം വളരെ ശുദ്ധവും ധ്യാനാത്മകവുമായ ഇടമായാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശൈത്യകാലത്ത് ബദരീനാഥിൽ നടയടയ്ക്കുമ്പോൾ ശങ്കരാചാര്യസ്വാമികളുടെ പല്ലക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതും ഇങ്ങോട്ടേക്കാണ്. ക്ഷേത്രത്തിന് മുൻപിലുള്ള ഒരു പഴയ കെട്ടിടത്തിൽ ശങ്കരാചാര്യ ഗദ്ദി എന്ന് എഴുതി വച്ചിരിക്കുന്നതും കാണാം. ഇവിടെ ഗദ്ദി എന്ന വാക്കിന് സിംഹാസനം, ഇരിപ്പിടം, ആസ്ഥാനം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഈ കെട്ടിടത്തിന് മുകളിലായി ആചാര്യസ്വാമികളുടെ ഒരു സിംഹാസനവും വിഗ്രഹവും ഒക്കെ കാണാം. അതുപോലെ തന്നെ റാവൽജിയുടെ ഒരു ഗദ്ദിയും ഇവിടെയുണ്ട്. പണ്ട് കാലങ്ങളിൽ ശൈത്യകാലത്ത് റാവൽജിമാർ താമസിച്ചിരുന്നത് ഈ ഗദ്ദിയിലാണ്. ആചാര്യസ്വാമികളുടെ കാലശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും അധികാരസ്ഥാനത്ത് ആചാര്യസ്വാമികളുടെ സാന്നിധ്യം എന്നും ഈ സിംഹാസനത്തിൽ ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് തൊട്ടുപുറകിലായി എപ്പോഴും തീർത്ഥം വന്നുകൊണ്ടിരിക്കുന്ന ഒരു നരസിംഹകുണ്ടും കേദാർനാഥൻ്റെയും ഹനുമാൻ്റെയും ഒക്കെ ക്ഷേത്രങ്ങളുമുണ്ട്. ഇവിടെ വളരെ പുരാതനമായൊരു വിഷ്ണു ക്ഷേത്രവും പുറകിലായി കാണാം. വാസുദേവമൂർത്തിയായിട്ടാണ് ഭഗവാനെ ഇവിടെ ആരാധിക്കുന്നത്.
കറുത്ത സാളഗ്രാമശിലയിൽ നിർമ്മിച്ച ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ തന്നെ ഏറ്റവും മനോഹരവും പൂർണ്ണതയുള്ളതുമായ വിഗ്രഹമാണിത്. ക്ഷേത്രത്തിന് മുൻപിലായി ഒരു ഗരുഡൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. കൂടാതെ മതിൽക്കകത്തായി അഷ്ടഭുജ ഗണപതി, സൂര്യദേവൻ, നവദുർഗമാർ, ഗൗരീശങ്കരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും കാണാം. ഇതിൽ 8 കൈകളോടുകൂടിയ അഷ്ടഭുജ ഗണപതിയുടെയും നവദുർഗമാരുടെയും ഒക്കെ പ്രതിഷ്ഠകൾ വളരെ അപൂർവവുമാണ്. നവരാത്രിയുടെ 9 ദിവസങ്ങളിൽ ആരാധിക്കുന്ന ദുർഗാദേവിയുടെ 9 ദിവ്യഭാവങ്ങളാണ് നവദുർഗമാർ. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവരാണ് ആ ദേവിമാർ. ഈ ദേവിമാരെ ആരാധിക്കുന്നത് സർവൈശ്വര്യത്തിനും ദുരിതനാശത്തിനും ഉത്തമമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ പ്രദേശത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നോക്കിയാൽ മധ്യകാലഘട്ടത്തിൽ AD 8 മുതൽ 11-ാം നൂറ്റാണ്ട് വരെ ഉത്തരാഖണ്ഡ് ഭരിച്ചിരുന്ന കത്യൂരി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ജോഷിമഠ്. അക്കാലത്ത് ഇവിടം കാർത്തികേയപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നതും. യുദ്ധദേവൻ കൂടിയായ കാർത്തികേയസ്വാമിയായിരുന്നു കത്യൂരി രാജവംശത്തിൻ്റെ അധിപനും ആരാധനാമൂർത്തിയും. പിൽക്കാലത്തിവർ ശത്രുക്കളുടെ ആക്രമണത്തെ തുടർന്നും പ്രകൃതിക്ഷോഭത്താലും തങ്ങളുടെ തലസ്ഥാനം കുമാവോൺ മേഖലയിലെ ബൈജനാഥിലേക്ക് മാറ്റി. പുറകിലുള്ള വാസുദേവ ക്ഷേത്രം ഈ രാജവംശത്തിൻ്റെ സ്ഥാപകനായ വാസുദേവ് കത്യൂരി നിർമ്മിച്ചതാണെന്നും കരുതപ്പെടുന്നു. നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകളും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. തൊട്ടു താഴെക്കൂടി അളകനന്ദ ഒഴുകുന്നുണ്ട്. പശ്ചാത്തലത്തിൽ മഞ്ഞു മൂടിയ ഹിമാലയൻ മലനിരകളും. ഇനി ഇവിടെ അടുത്തതായി കാണേണ്ടത് ശങ്കരാചാര്യർ സ്ഥാപിച്ച ജ്യോതിർമഠമാണ്. ഇവിടെ നിന്നും കുറച്ച് മുകളിലായിട്ടാണ് ജ്യോതിർമഠം സ്ഥിതി ചെയ്യുന്നത്. സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പിനായി ഭാരതത്തിൻ്റെ 4 ദിക്കുകളിലായി ശങ്കരാചാര്യസ്വാമികൾ സ്ഥാപിച്ച 4 പ്രധാന മഠങ്ങളിൽ വടക്ക് ദിക്കിലെ, അതായത് ഉത്തരാംനായ ജ്യോതിഷ്പീഠമാണ് ജ്യോതിർമഠം. ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യനായ തോടകാചാര്യരായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ മഠാധിപതി. മഠത്തിന് മുകളിലായി തോടകാചാര്യർ തപസ് ചെയ്തിരുന്ന ഒരു ഗുഹയും തോടകാചാര്യരുടെ പ്രതിഷ്ഠയും ഒരു ജ്യോതിർലിംഗവും ഒക്കെ കാണാം. ഈ ഗുഹയോട് ചേർന്ന് മഠത്തിൻ്റെ സംരക്ഷകയായ രാജരാജേശ്വരി ദേവിയുടെ ഒരു ക്ഷേത്രവുമുണ്ട്. അതുപോലെ ഇവിടെ നിന്നുള്ള ഹിമാലയൻ മലനിരകളുടെ കാഴ്ചകളും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മഠത്തിന് താഴെയായി ശങ്കരാചാര്യഗദ്ദി എന്ന പേരിൽ മഠത്തിലെ ഒരു സത്സംഗ ഹാളുണ്ട്. ഇതിനുള്ളിലായി ആചാര്യസ്വാമികളുടെ ഒരു സിംഹാസനവും വിഗ്രഹവും ഒരു ജ്യോതിർലിംഗവും ശങ്കരാചാര്യസ്വാമികൾക്ക് ശേഷം ഓരോരോ കാലങ്ങളിലായി മാറി മാറി വന്ന അതാത് കാലത്തെ ശങ്കരാചാര്യന്മാരുടെ ചിത്രങ്ങളും അവരുടെ പേരുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഹാളിന് ചുറ്റുമായി ചെറിയ ചെറിയ പീഠങ്ങളിൽ 300ഓളം മൂർത്തികളുടെ പേരുകൾ സഹിതം സാകാരമായ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും കാണാം. പൂജാകാര്യങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനമുണ്ടാകുന്ന ഒരു കാര്യവുമാണത്. തൊട്ടു താഴെയായി പ്രധാന കവാടത്തോട് ചേർന്ന് ബദരീനാഥൻ്റെയും ലക്ഷ്മി ദേവിയുടെയും ഒരു ക്ഷേത്രവും കാണാം. ഇവിടെ നിന്നും അല്പം മുകളിലേക്ക് മാറി പുരാതനമായ ഒരു ഗദ്ദിയും അതിനോട് ചേർന്ന് പൂർണാഗിരി ദേവിയുടെ ഒരു ക്ഷേത്രവുമുണ്ട്. മഠത്തിൻ്റെ ആസ്ഥാന മൂർത്തികൾ ബദരീനാരായണനും ഈ പൂർണാഗിരി ദേവിയുമാണ്. ഇവിടെ നിന്നും അല്പം താഴേക്കിറങ്ങിയാൽ അമർ കൽപ്പവൃക്ഷം എന്ന പേരിൽ 1200 വർഷത്തോളം പഴക്കമുള്ള ഒരു കൂറ്റൻ മൾബറി വൃക്ഷം ഒരു പ്രദേശമാകെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതും കാണാം. ഇതിന് താഴെയായി ആചാര്യസ്വാമികൾ തപസ് ചെയ്തിരുന്ന ഒരു ഗുഹയും കാണാം. ഇവിടെ തന്നെ ജ്യോതേശ്വർ മഹാദേവ് എന്ന പേരിൽ ഒരു ക്ഷേത്രവുമുണ്ട്. ആചാര്യസ്വാമികൾ ആരാധിച്ചിരുന്ന ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അദ്ദേഹം ശങ്കരഭാഷ്യം രചിച്ചത് ഈ വൃക്ഷത്തിന് ചുവട്ടിലിരുന്നു കൊണ്ടായിരുന്നു അത്രേ. ശങ്കരാചാര്യ തപസ്ഥലി എന്ന് ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്നതും കാണാം. ക്ഷേത്രത്തോട് ചേർന്ന് നൂറ്റാണ്ടുകളായി അണയാതെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അഖണ്ഡജ്യോതിയുള്ള ഒരു ശ്രീകോവിലുമുണ്ട്. ആചാര്യസ്വാമികൾ തപസ് ചെയ്തിരുന്ന ഗുഹയ്ക്കുള്ളിലും ഒരു ശിവലിംഗം കാണാം. ഈ കൽപ്പവൃക്ഷവും അതിന് ചുവട്ടിലുള്ള ക്ഷേത്രവും ഗുഹയും ഒക്കെ ചേർന്ന ഈ ഒരു ഭാഗമാണ് ജോഷിമഠിലെ ഏറ്റവും ശാന്തവും സമാധാനപരവുമായ ഒരു ഭാഗം എന്ന് തന്നെ പറയാം. എപ്പോഴും തണുപ്പുള്ള ശുദ്ധവായു നിറഞ്ഞ കർപ്പൂരത്തിൻ്റെയും ധൂപത്തിൻ്റെയും ഒക്കെ ഗന്ധമുള്ള ഒരു സ്ഥലം. ആയിരക്കണക്കിന് വർഷങ്ങളായി ഉണങ്ങാതെ നിൽക്കുന്ന ഈ അത്ഭുത വൃക്ഷത്തിന് താഴെ മഹാദേവൻ ജ്യോതിർലിംഗേശ്വരനായി കുടികൊള്ളുന്നു. ആദിശങ്കരാചാര്യസ്വാമികളുടെ തപസ്സിനും ജ്ഞാനോദയത്തിനും സാക്ഷിയായ ഈ മണ്ണിലെ ഓരോ വസ്തുവിനും ഓരോരോ കഥകൾ പറയാനുമുണ്ട്. ആചാര്യസ്വാമികൾ സ്ഥാപിച്ച 4 മഠങ്ങളിൽ ഓരോ മഠവും ഓരോ വേദത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജ്യോതിർമഠം പ്രതിനിധീകരിക്കുന്ന അഥർവ വേദത്തെയാണ്. അയമാത്മാ ബ്രഹ്മ എന്നതാണ് ഇവിടുത്തെ മഹാവാക്യം. മാണ്ഡൂക്യ ഉപനിഷത്തിൽ നിന്നുമുള്ള ഈ മഹാവാക്യത്തിൻ്റെ അർത്ഥം
ഈ ആത്മാവ് ബ്രഹ്മം തന്നെയാകുന്നു എന്നാണ്. അതായത് വ്യക്തിഗതമായ ആത്മാവും പ്രപഞ്ചസത്യമായ പരബ്രഹ്മവും ഒന്നാണെന്നും നാം അന്വേഷിക്കുന്ന പരമയാഥാർത്ഥ്യം ഒന്നുതന്നെയാണെന്നും ഇത് വെളിപ്പെടുത്തുന്നു. മഠത്തിന് താഴെയായി ഒരു ശനീശ്വരൻ്റെ പ്രതിഷ്ഠയും തൊട്ടു താഴെയായി ഭവിഷ്യകേദാർ എന്നൊരു ചെറിയ ക്ഷേത്രവുമുണ്ട്. കേദാർനാഥിലേതിന് സമാനമായ വിഗ്രഹമാണ് ഇവിടെയുമുള്ളത്. പ്രാദേശികമായ ഒരു വിശ്വാസമനുസരിച്ച് ബദരീനാഥിനൊപ്പം കേദാർനാഥും അപ്രത്യക്ഷമാവുകയും ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമാവുകയും ചെയ്യുമത്രേ. ഇനി നമ്മൾ പോകുന്നത് സപ്തബദരികളിൽ മൂന്നാമത്തെ ക്ഷേത്രമായ ഭവിഷ്യബദരിയിലേക്കാണ്. ജോഷിമഠിൽ നിന്നും ഭവിഷ്യബദരിയിലേക്കുള്ള യാത്ര വെറുമൊരു തീർത്ഥാടനം മാത്രമല്ല, അത് ഹിമാലയൻ ഗ്രാമീണ ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും നേർക്കാഴ്ചകൾ നിറഞ്ഞ ഒന്നാണ്. ഏകദേശം 28 കിലോമീറ്ററോളം നീളുന്ന മനോഹരമായൊരു യാത്രയാണിത്. ജോഷിമഠിലെ ഈ പ്രധാന ജംഗ്ഷനിൽ നിന്നും വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇടത്തേക്കുള്ള വഴി ബദരീനാഥിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ നിന്നും മുകളിലേക്ക് കയറും തോറും മലനിരകളുടെ അടുത്തു നിന്നുള്ള കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമാകും. കുറച്ചുകൂടി മുകളിലേക്ക് ചെല്ലുമ്പോൾ നഗരത്തിൻ്റെ പൂർണ്ണമായ ഒരു കാഴ്ചയും നമുക്ക് ലഭിക്കും. വീതി കുറച്ച് കുറവാണെങ്കിലും നല്ല റോഡാണ്. വഴിയിലുടനീളം നല്ല കാഴ്ചകളും ലഭിക്കും. ധൗളിഗംഗയുടെ തീരത്തുകൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്. ഇടയ്ക്ക് 2 മലനിരകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ധൗളിഗംഗയ്ക്ക് കുറുകെ ഒരു പുതിയ ഇരുമ്പ് പാലം നിർമ്മിച്ചിട്ടുണ്ട്. അസാധ്യമായ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരിടം. തപോവൻ ഭവിഷ്യബദരി. ഏതാണ്ട് ഒരു 14 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും തപോവൻ എന്നൊരു സ്ഥലത്തേക്കെത്തും. ഇത് ചെറിയൊരു ടൗണാണ്, സഞ്ചാരികളുടെ ഒരു ഇടത്താവളവും. ഇവിടെ നിന്നും ധാരാളം ട്രെക്കിങ്ങുകളും ആരംഭിക്കുന്നുണ്ട്. ഈ തപോവന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചൂടു നീരുറവകൾക്ക് പേര് കേട്ട ഇടമാണിത്. ബദരീനാഥിലെയും മറ്റും തപ്തകുണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്നും തിളച്ചു മറിയുന്ന സൾഫർ കലർന്ന വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. ഏറെ ഔഷധഗുണമുള്ള ഈ വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മരോഗങ്ങൾക്കും സന്ധിവാതത്തിനുമൊക്കെ നല്ലതാണെന്നും പറയപ്പെടുന്നു. ഭയ്യ ഭവിഷ്യബദരി സീത. രാമായണകാലവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മണസ്വാമി തപസ്സു ചെയ്ത സ്ഥലമായതുകൊണ്ടാണത്രേ ഇവിടം തപോവൻ എന്നറിയപ്പെടുന്നത്. അന്ന് ലക്ഷ്മണസ്വാമിക്ക് വേണ്ടി ശ്രീരാമസ്വാമി അമ്പ ചെയ്തുണ്ടാക്കിയതാണ് ഈ ചൂടു നീരുറവകൾ എന്നുമാണ് പ്രാദേശികമായ ഐതിഹ്യം. -ഡിഗ്രി തണുപ്പിലും തിളച്ചുമറിയുന്ന ഈ നീരുറവകൾ ഹിമാലയത്തിലെ ഒരു പ്രകൃതി വിസ്മയം തന്നെയാണ്. ഈ പ്രദേശത്ത് ധാരാളം പട്ടാള ക്യാമ്പുകളും കാണാം. വഴിയിലുടനീളം ധാരാളം പട്ടാള ട്രക്കുകളും കാണാമായിരുന്നു. തപോവൻ കഴിയുന്നതോടെ സൽഥാർ എന്നൊരു ഭാഗത്തേക്കെത്തും. ഇത് ഒരു ചെറിയ കവലയാണ്. ഇവിടെ നിന്നും വലത്തേക്ക് മുകളിലേക്ക് കാണുന്ന വഴിയിലൂടെയാണ് ഭവിഷ്യബദരിയിലേക്ക് പോകേണ്ടത്. ഇവിടെ നിന്നും ഇനി 13 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇവിടെ നിന്നും വഴി വീണ്ടും വിജനവും ഇടുങ്ങിയതുമായി മാറുന്നു. 2-3 വർഷം മുൻപ് സൽഥാറിൽ നിന്നും 6 കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്നു പോകണമായിരുന്നു. അടുത്ത കാലത്താണ് ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയായത്. ഇടുങ്ങിയതും കുത്തനെയുള്ളതും ധാരാളം വളവുകൾ നിറഞ്ഞതുമായ ഒരു പാതയാണിത്. വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടുമാണ്. കാറുകളും ജീപ്പുകളുമാണ് ഈ ഭാഗത്തേക്ക് കൂടുതലും എത്തുന്നത്. വഴിയുടെ ഒരു വശം പല ഭാഗങ്ങളിലും അഗാധമായ താഴ്വരകളാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളുടെ ഭംഗി വിവരണങ്ങൾക്കും അതീതമാണ്. ഈ പ്രദേശങ്ങളിൽ ആൾതാമസവും വളരെ കുറവാണ്. ഇടയ്ക്ക് 2-3 ഗ്രാമങ്ങൾ കണ്ടു. ആൾതാമസമുള്ള ഭാഗങ്ങളിൽ ജനങ്ങൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. പഴയകാല വീടുകളും ഇതിനിടയിൽ ധാരാളം കാണാം. കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഭിത്തികളും കൽപ്പാളികളും പുല്ലുമൊക്കെ ഉപയോഗിച്ച് മേഞ്ഞതുമായ തനത് ഗ്രാമീണ വീടുകൾ. എല്ലാ വീടുകളിലും ആടുകളും പശുക്കളും ഒക്കെ ഉണ്ടാവും. ഇവയെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കാണാം. സ്കൂളിൽ പോകുന്ന ചില കുട്ടികൾ പോകുന്ന വഴി പശുക്കളുമായി പോകും. അവയെ ഇടയ്ക്ക് മേയാൻ വിട്ട ശേഷം അവർ സ്കൂളിലേക്ക് പോവുകയും ചെയ്യും. തിരിച്ചു വരുന്ന വഴി ഈ പശുക്കളെയും കൂട്ടിയാണ് വീട്ടിലേക്ക് വരിക. ഇതാണ് റിങ്കി ഗ്രാമം. ഇവിടെ മലഞ്ചെരുവുകളിലായി തട്ടുതട്ടായുള്ള മനോഹരമായ കൃഷിയിടങ്ങൾ കാണാം. അതുപോലെ ധാരാളം പരമ്പരാഗതമായ ഗഡ്വാളി വീടുകളും. ഇടയ്ക്ക് വഴിയരികിൽ ചുവന്ന ചീരയ്ക്ക് സമാനമായ ഒരു ചെടി ധാരാളം കൃഷി ചെയ്തിരിക്കുന്നതും കണ്ടു. ഇതാണ് ചൗളായി. നമ്മുടെ ചീരയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണിത്. ചെടികൾ പാകമായി കഴിയുമ്പോൾ പാടങ്ങൾ മുഴുവനും ചുവപ്പ്, പിങ്ക് തുടങ്ങിയ നിറങ്ങളിൽ ഇതുപോലെ തൊടുത്തു നിൽക്കുന്നത് കാണാം. ഒരു പ്രത്യേക ഭംഗിയാണിതിന്.
ഇതിൻ്റെ പൂങ്കുലകൾ അല്പം നീളമുള്ളതും കുലകളായി തൂങ്ങിക്കിടക്കുന്നതുമാണ്. ചെടി ചെറുതായിരിക്കുമ്പോൾ ഇതിൻ്റെ ഇല തോരൻ വയ്ക്കാനും കറികൾ ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കാം. ഈ ഇലകൾ ധാരാളം ഇരുമ്പ് സത്തുക്കളാൽ സമ്പന്നവുമാണ്. ചെടികൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ കടുക് പോലുള്ള വിത്തുകളാണ് കൂടുതൽ പ്രധാനം. ഈ വിത്തുകൾ വറുത്ത് ശർക്കര ചേർത്ത് ചൗളായി ലഡുവും ഉണ്ടാക്കാറുണ്ട്. ഉത്തരേന്ത്യയിൽ ഇതിനെ രാംദാന എന്നാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ധാന്യം എന്നാണ് അർത്ഥം. വ്രതസമയത്ത് പോലും കഴിക്കാൻ അനുമതിയുള്ള ഒരു ഭക്ഷണവുമാണിത്. മലഞ്ചെരുവുകളിൽ ചുവന്നു തൊടുത്തു നിൽക്കുന്ന ഈ പാടങ്ങൾ വെറുമൊരു കാഴ്ച മാത്രമല്ല, ഈ പഹാടി വിഭവം ഇവിടുത്തെ ജനജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ ഹിമാലയൻ ബാർലി, മണ്ടൂവ എന്നിവയാണ് പ്രധാന കൃഷി. ഉയരം കൂടിയ ഭാഗങ്ങളിൽ ആപ്രിക്കോട്ടും ഓറഞ്ചും ആപ്പിളുമൊക്കെ വ്യാപകമായി കൃഷി ചെയ്യുന്നുമുണ്ട്. ഹിമാലയൻ കാറ്റിനൊപ്പം ഒഴുകി വരുന്ന മണ്ടൂവ പാടങ്ങളുടെ മണവും കല്ലുപാകിയ മേൽക്കൂരയുള്ള കുഞ്ഞു വീടുകളും നമ്മളോട് പറയുന്നത് ഈ പർവ്വതപുത്രന്മാരുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. ആഡംബരങ്ങളില്ലാത്ത എന്നാൽ സംതൃപ്തി നിറഞ്ഞ ഈ ജീവിതങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര നമ്മുടെ മനസ്സിന് നൽകുന്നത് വലിയൊരു സമാധാനമാണ്. ഇടയ്ക്ക് ധാരാളം പൈൻ വൃക്ഷങ്ങളും ദേവദാരു വൃക്ഷങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു ഭാഗമുണ്ട്. അതുപോലെ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ഇടയ്ക്ക് കണ്ടതും. ഒരു ഭാഗത്ത് നന്ദാദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ഇത് ലാത എന്ന ഗ്രാമമാണ്. ലോകപ്രശസ്തമായ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഇവിടെയാണ്. നന്ദാദേവി ബയോസ്ഫിയർ റിസർവിലേക്കുള്ള പ്രവേശന കവാടവും ഇവിടെയാണ്. അങ്ങ് ദൂരെ താഴ്വാരത്തുകൂടി ധൗളിഗംഗ ഒഴുകുന്ന മനോഹരമായൊരു ദൃശ്യം. മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന ചെറിയ അരുവികളും ഇടയ്ക്കിടയ്ക്ക് കാണാം. വഴി സൗകര്യമുണ്ടായതോടുകൂടി പുതിയ കെട്ടിടങ്ങളും വീടുകളും ഹോം സ്റ്റേകളുമൊക്കെ നിർമ്മാണവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. തപോവനയിൽ നിന്ന് പോന്നാൽ കടകളൊക്കെ വളരെ കുറവുമാണ്. എന്തിന്, ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത് പോലും കിലോമീറ്ററുകൾ അകലെയാണ്. സ്കൂളുകളും മറ്റും തപോവൻ ഭാഗത്താണുള്ളത്. സ്കൂളിലേക്ക് നടന്നു പോകുന്ന ധാരാളം കുട്ടികളെയും ഇടയ്ക്ക് കണ്ടിരുന്നു. എത്ര ഓടിച്ചാലും തീരാത്തൊരു പാതയുമാണിത്. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും കാണുന്ന മയിൽക്കുട്ടികളാണ് ഏക ആശ്വാസം. പ്രകൃതി ഭംഗിയും ധാരാളം കാഴ്ചകളുമൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ വിജനമായ സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ലാത ഗ്രാമം പിന്നിട്ടാൽ സുഭായ് ഗ്രാമത്തിലേക്കാണ് എത്തുന്നത്. ഭവിഷ്യബദരിക്ക് ഏറ്റവും അടുത്തുള്ള ഗ്രാമവുമാണിത്. ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രവും കാണാം. അങ്ങനെ നമ്മുടെ യാത്ര ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കെത്തി. അപ്പോഴേക്കും മഴയും തുടങ്ങിയിരുന്നു. വഴിയരികിൽ ബൈക്ക് വെച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള കടയിലേക്ക് ഓടിക്കയറി. അസാധ്യമായ തണുപ്പും. എൻ്റെ തണുത്തു വിറച്ചുള്ള നിൽപ്പ് കൊണ്ട് ആ കടക്കാരൻ ചിരിച്ചുകൊണ്ട് ഒരു ചൂട് ചായയും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റുമായി വേഗം വന്നു. അയാൾ പറഞ്ഞു, ആഹാരമൊക്കെ ഉണ്ടാക്കുന്നതേയുള്ളൂ, തൽക്കാലം ഇത് കഴിക്കൂ. ക്ഷേത്രത്തിൽ പോയി വരുമ്പോഴേക്കും ആഹാരം തരാം. എത്ര നല്ല മനുഷ്യർ. ചൂട് ചായയും ഊതി കുടിച്ചുകൊണ്ട് മഴയും ആസ്വദിച്ച് അല്പനേരം അവിടെ ഇരുന്നു. യാതൊരു ആഡംബരങ്ങളുമില്ലാത്ത ഒരു സ്ഥലം. ആകെയുള്ളത് ഈ ഒരു കട മാത്രം. ദിവസവും ക്ഷേത്ര ദർശനത്തിനായി വളരെ കുറച്ച് പേർ മാത്രമാണ് എത്തുന്നത്. ഈ സുഭായ് ഗ്രാമത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ മഴയൊന്ന് കുറഞ്ഞപ്പോഴേക്കും ക്ഷേത്രത്തിലേക്ക് നടന്നു. താഴെ വഴിയിൽ നിന്ന് ഒരു 300 മീറ്റർ നടക്കാനുണ്ട്, അത്രമാത്രം. കയറി ചെല്ലുന്നത് പൈൻമരങ്ങളും ദേവദാരു വൃക്ഷങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിശാലമായൊരു പുൽമേട്ടിലേക്കാണ്. അതിനിടയിലൂടെ കല്ലുപാകിയ ഒരു ചെറിയ നടപ്പാതയും. ആ ചെറിയ പാതയിലൂടെ നടക്കുമ്പോൾ വീശുന്ന കാറ്റിന് പോലും ഒരു പ്രത്യേക മണമാണ്. പക്ഷികളുടെ കരച്ചിലും അകലെ മലനിരകളിൽ നിന്നുള്ള അരുവികളുടെ ശബ്ദവും മാത്രം. മഴ വീണ്ടും പൊടിഞ്ഞു തുടങ്ങി. മറ്റ് ബദരി ക്ഷേത്രങ്ങളെ പോലെ വലിയൊരു ഗോപുരമോ ആഡംബരങ്ങളോ ഇവിടെയില്ല. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ലളിതമായ ഒരു നിർമ്മിതിയാണിത്. ചെറിയൊരു കവാടവും മതിലും മാത്രം. ഒരു പാറക്കെട്ടിനോട് ചേർന്ന് ഇഷ്ടിക കൊണ്ട് കെട്ടി ഉയർത്തിയ ഒരു ചെറിയ ശ്രീകോവിലും നടപ്പന്തലും മാത്രം. ക്ഷേത്രമുറ്റം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. തെക്ക് ഭാഗത്തായി ഒരു ചെറിയ തിടപ്പള്ളിയും. പൂജാരി താമസിക്കുന്നതും അതിനുള്ളിലാണ്. കഴിഞ്ഞു. ഇത്രയുമാണ് ഈ ക്ഷേത്ര സമുച്ചയം. ചുറ്റിനും ഇടതൂർന്ന വനപ്രദേശമാണ്. ഏതാണ്ട് 2744 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ജോഷിമഠിലെ നരസിംഹക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ പറഞ്ഞ കഥകൾ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ജോഷിമഠിലെ നരസിംഹമൂർത്തിയുടെ ഇടതു കൈ അറ്റു വീഴുമ്പോൾ ബദരീനാഥിലേക്കുള്ള പാത അടയുകയും ഭഗവാന്റെ സാന്നിധ്യം ഒരു കറുത്ത സാളഗ്രാമശിലയിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമത്രേ. ഈ ഒരു ഐതിഹ്യമാണ് ഭാവി ബദരി എന്ന ഈ ക്ഷേത്രത്തിന് പറയാനുള്ളത്. ആദി ശങ്കരാചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയ ആചാരക്രമങ്ങളാണ് ഇവിടെയും നടന്നു വരുന്നത്.
പാറയിൽ തെളിഞ്ഞു വന്ന സ്വയംഭൂവായ ഒരു വിഗ്രഹമാണിവിടെ. ഈ വിഗ്രഹത്തിൽ നരസിംഹമൂർത്തിയുടെ രൂപം സ്വയം തെളിഞ്ഞു വരുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോൾ ആ രൂപം പൂർണ്ണമാകുമത്രേ. ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ ഒരു പ്രവചനം രേഖപ്പെടുത്തിയ ഒരു ശിലയുമുണ്ട്. പക്ഷേ അതിലെ ഉള്ളടക്കം എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. ജോഷിമഠിലെ നരസിംഹമൂർത്തിയുടെ കൈയുടെ വണ്ണം കുറയുന്നുണ്ടോ എന്ന് ഭക്തർ ആശങ്കയോടെ നിരീക്ഷിക്കുന്ന ഒരു കാര്യവുമാണ്. ഇവിടെ ഭഗവാനോടൊപ്പം ലക്ഷ്മി ദേവിയുടെയും ശേഷനാഗത്തിൻ്റെയും പ്രതിഷ്ഠയുണ്ട്. ഐതിഹ്യങ്ങളനുസരിച്ച് അഗസ്ത്യമുനി ഭഗവാൻ നാരായണനെ ആരാധിച്ചിരുന്ന സ്ഥലമാണത്രേ ഇത്. നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, ഗന്ധർവന്മാരും കിന്നരന്മാരും യക്ഷന്മാരുമൊക്കെ സ്ഥിരമായി സന്ദർശിക്കുന്ന ഒരു ഇടമാണത്രേ. ഭയപ്പെടുത്തുന്നതും അപൂർവമായിട്ടുള്ളതുമായ അസാധാരണ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടത്രേ. ഈ കഥകളെല്ലാം ഉത്തരാഖണ്ഡ് ഒരു ദേവഭൂമി കൂടിയാണെന്ന് തെളിയിക്കുന്നു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലവുമാണ്. അത്യപൂർവങ്ങളായിട്ടുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറയാണ് ഈ ഭവിഷ്യബദരി പ്രദേശം. ക്ഷേത്രത്തിലെ പൂജാരിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. പ്രാദേശികമായ കഥകൾ പ്രകാരം പണ്ട് ഒരു പശു താഴെയുള്ള ഗ്രാമത്തിൽ നിന്നും കാട്ടിൽ മേയാൻ വരിക പതിവായിരുന്നു. പക്ഷേ ആ പശുവിൽ നിന്നും പാൽ വീട്ടുകാർക്ക് കിട്ടിയിരുന്നില്ല. പകരം പശു ദിവസവും ഈ പാറയ്ക്ക് മുകളിൽ വന്ന് പാൽ ചൊരുത്തുമായിരുന്നു. ഇക്കാര്യം കണ്ടുപിടിച്ച ഇടയൻ വഴിയാണ് ഇവിടം പുണ്യസ്ഥലമായി അറിയാൻ തുടങ്ങിയതും ആരാധനകൾ ആരംഭിച്ചതും. പിന്നെ പറഞ്ഞത് നരസിംഹമൂർത്തിയുമായി ബന്ധപ്പെട്ട കഥ തന്നെയാണ്. അന്ന് ലോകം മുഴുവനും ആരാധനയ്ക്കായി ഇവിടേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പാറയിൽ വിഷ്ണുവിനെ കൂടാതെ ലക്ഷ്മി ദേവി, ശേഷനാഗൻ, ഗണപതി, ഗരുഡൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. പക്ഷേ അവയെല്ലാം സ്വയം തെളിഞ്ഞു വന്നതാണെന്നും മനുഷ്യനിർമ്മിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിന് താഴെയായി കാട്ടിനുള്ളിൽ ക്ഷീരസാഗരം എന്ന പേരിൽ ഒരു കുളവുമുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. ഐതിഹ്യങ്ങൾ എന്തായാലും ക്ഷേത്രത്തിന് ചുറ്റും പടർന്നു കിടക്കുന്ന നിബിഡ വനങ്ങളും മഞ്ഞു മൂടിയ ധൗളിഗംഗ താഴ്വരയും നമ്മുടെ മനസ്സിന് നൽകുന്ന സമാധാനം വിവരിക്കാനാവാത്തതാണ്. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഭഗവാനുമായി സംവദിക്കാൻ പറ്റിയ ഏകാന്തമായ ഒരു ഇടവുമാണിത്. കാഴ്ചകൾക്കപ്പുറം വിശ്വാസത്തിൻ്റെ വലിയൊരു ലോകമാണ് ഭവിഷ്യബദരി. വരാനിരിക്കുന്ന ഒരു യുഗത്തിൻ്റെ സാക്ഷിയാവാൻ ഈ മലനിരകൾ കാത്തിരിക്കുന്നു. ഭവിഷ്യബദരിയിൽ നിന്നും അധികം താമസിയാതെ തന്നെ മലയിറങ്ങി. അപ്പോഴേക്കും ശക്തമായ മഴയും തുടങ്ങിയിരുന്നു. പതിയെ മുകളിൽ നിന്നും മഞ്ഞും ഇറങ്ങി തുടങ്ങി. ഒരു ഭയപ്പാടോടെയാണ് മലയിറങ്ങിയത്. ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴാണ് മാറുന്നത് എന്ന് ആർക്കും പറയാനാവില്ല. തണുത്ത് മരവിച്ച് ലഗേജുകൾ മുഴുവൻ നനഞ്ഞ് ഒരു തരത്തിലാണ് ജോഷിമഠിൽ തിരിച്ചെത്തിയത്. അവിടെ ഒരു റൂം എടുത്തു. പിറ്റേന്നും ശക്തമായ മഴ തന്നെയായിരുന്നു. മണ്ണിടിഞ്ഞ് ഇടയ്ക്ക് വഴിയും ബ്ലോക്കായതിനാൽ ഒരു ദിവസം കൂടി ജോഷിമഠിൽ തങ്ങേണ്ടി വന്നു. ഇടയ്ക്ക് ടൗണിലും ഒന്ന് കറങ്ങാനിറങ്ങി. ഊട്ടിയിലും കൊടൈക്കനാലിലുമൊക്കെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് മലമുകളിലെ ഈ പട്ടണത്തിന്. വിഷരഹിതമായ തദ്ദേശീയമായി കൃഷി ചെയ്ത നല്ല പച്ചക്കറികളും ഇവിടെ ധാരാളം കിട്ടും. 800 രൂപയ്ക്ക് നല്ല വൃത്തിയുള്ള ഒരു മുറിയാണ് ഇവിടെ കിട്ടിയത്. ഈശ്വരി നാരായണി എന്നാണ് ഈ ലോഡ്ജിൻ്റെ പേര്. അടുത്ത ദിവസം രാവിലെ തന്നെ ജോഷിമഠിൽ നിന്നും യാത്ര തിരിച്ചു. ജോഷിമഠിലെ ഒരു പ്രഭാത കാഴ്ചയാണിത്. സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. അങ്ങ് ദൂരെയായി മഞ്ഞു മൂടിയ മലനിരകൾ. പശ്ചാത്തലത്തിൽ അളകനന്ദയുടെ ഒഴുക്കിൻ്റെയും പക്ഷികളുടെയും താഴെയുള്ള ഏതോ ക്ഷേത്രത്തിൽ നിന്നും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ശബ്ദവും. ഒന്നും പറയാനില്ല. എത്ര ശാന്തമായ അന്തരീക്ഷം. ഇനി നമ്മൾ വൃദ്ധബദരിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നും 8 കിലോമീറ്റർ അകലെയായി കർണപ്രയാഗ് റൂട്ടിൽ തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. വഴിയരികിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ ബോർഡും കാണാം. ഇത് ആനിമഠ് എന്ന സ്ഥലമാണ്. ജോഷിമഠിലെ തിരക്കുകളിൽ നിന്ന് മാറി തികച്ചും ശാന്തമായ ഒരു ഗ്രാമാന്തരീക്ഷം. റോഡിൽ നിന്നും കുറച്ചു ദൂരം മുകളിലേക്ക് നടക്കണം. കുത്തനെയുള്ള കോൺക്രീറ്റ് പാതയാണ്. ഇരുവശവും ഗ്രാമീണരുടെ വീടുകളും കൃഷിയിടങ്ങളും. ഗോതമ്പും റാഗിയും ക്യാബേജും പയറുവർഗ്ഗങ്ങളും ഓറഞ്ചും ആപ്പിളുമൊക്കെ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നു. മലമുകളിൽ നിന്നും തട്ടുതട്ടായി താഴേക്ക് പോകുന്ന മനോഹരമായ കൃഷിയിടങ്ങൾ. ഒരു വീടിൻ്റെ ബാൽക്കണിയാണിത്. ദൂരെ മലനിരകളിലേക്ക് നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമായിരിക്കും. ഇടയ്ക്കൊരു പശുത്തൊഴുത്തിൽ കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി കടന്നു വന്ന അപരിചിതനെ കണ്ടിട്ടാവും പശുക്കൾക്കും കൗതുകം. പശുത്തൊഴുത്തിൻ്റെ അടുത്തായി അസാധാരണ വലിപ്പമുള്ള ഒരു മത്തങ്ങ വിളഞ്ഞു കിടക്കുന്നതും കണ്ടു. നല്ല കാലാവസ്ഥയും ജൈവവളവും ഈ പശുക്കളുടെ ഗോമൂത്രവും ചാണകവുമൊക്കെയാണ് ഇത്രയും സമൃദ്ധമായി ഇവിടെ ഓരോന്നും വളരാനുള്ള കാരണം.
അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തി. മുകളിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടി വിശാലമായ ഒരു കാഴ്ചയാണ് ലഭിക്കുക. മലനിരകൾക്ക് മുകളിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. യാതൊരു ആഡംബരങ്ങളുമില്ല. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കൊച്ചു ക്ഷേത്രം. രാവിലെ പൂജാരി പതിയെ നട തുറക്കുന്നതേയുള്ളൂ. ഇവിടെ അധികം സ്ഥലവുമില്ല. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഗഡ്വാളി രീതിയിലുള്ള ഒരു ചെറിയ ശ്രീകോവിലും മുൻപിലായി ഒരു മുഖമണ്ഡപവും മുൻവശത്തായി ഒരു നടപ്പന്തലുമുണ്ട്. മഹാവിഷ്ണുവിനെ കൂടാതെ മറ്റൊരു ചെറിയ ശ്രീകോവിലിൽ കേദാർനാഥന്റെ പ്രതിഷ്ഠയും കാണാം. ഒരു ചെറിയ പ്രദക്ഷിണ വഴിയും. ക്ഷേത്രത്തിന് പുറകിലായി ഒരു വലിയ ആൽവൃക്ഷം പടർന്ന് പന്തലിച്ച് നിൽപ്പുണ്ട്. പൂജാരി താമസിക്കുന്നതും തൊട്ടടുത്ത് തന്നെയാണ്. തെക്കുവശത്തായി ഒരു ചെറിയ തിടപ്പള്ളിയുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമായി പൂജയ്ക്ക് വേണ്ട പൂക്കളും നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞു. ഇത്രയുമാണ് ഈ ക്ഷേത്ര സമുച്ചയം. ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പൂജാരി രാവിലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു വന്നു. അദ്ദേഹം ക്ഷേത്ര ഐതിഹ്യം വിശദമായി പറഞ്ഞു തരികയും ചെയ്തു. പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ മഹാവിഷ്ണു ഒരു വൃദ്ധന്റെ രൂപത്തിൽ നാരദമുനിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഇടമാണിത്. ചരിത്രമനുസരിച്ച് ഗുപ്തകാലഘട്ടം മുതലുള്ള ക്ഷേത്രമാണത്രേ ഇത്. കറുത്ത ശിലയിൽ നിർമ്മിച്ച ഇരിക്കുന്ന രീതിയിലുള്ള വിഗ്രഹമാണ്. വിഗ്രഹത്തിൻ്റെ മുഖത്തൊരു ശാന്തതയും പ്രായം തോന്നിക്കുന്ന രൂപത്തിലുമാണ് നമുക്ക് കാണാൻ കഴിയുക. ലോകാരാധ്യനായ ഭഗവാൻ തൻ്റെ ഭക്തനെ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ലളിതമായ ഭാവം കാണിക്കാനോ സ്വീകരിച്ച ഈ വൃദ്ധരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആദി ശങ്കരാചാര്യർക്ക് മുൻപ് സത്യയുഗം മുതൽക്കേ ആരാധന നടന്നിരുന്ന സ്ഥലമാണത്രേ ഇത്. ആദി ശങ്കരാചാര്യ സ്വാമികൾ അളകനന്ദിയിൽ നിന്നും ബദരീനാഥൻ്റെ വിഗ്രഹമെടുത്ത് പുനഃപ്രതിഷ്ഠിക്കുന്നത് വരെ ഈ ക്ഷേത്രത്തിനായിരുന്നു അത്രേ പ്രാധാന്യം. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ആദിമ ബദരി എന്നും വിളിപ്പേരുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ ചിട്ടപ്പെടുത്തിയ ആരാധന സമ്പ്രദായങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. ഭഗവാനെ തൊഴുതു നമസ്കരിച്ച് പൂജാരിയിൽ നിന്ന് പ്രസാദവും വാങ്ങി വീണ്ടും വരാമെന്ന് പറഞ്ഞ് മടക്കയാത്ര തുടങ്ങി. പൂജാരിയുടെ വീടിന് മുൻപിലായി രാജ്മ പയറും റാഗിയും മറ്റു വിളകളുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഹിമാലയൻ രാജ്മയ്ക്ക് പ്രത്യേകം രുചിയാണ്. ഇതിന് കിഡ്നി ബീൻസ് എന്നും പേരുണ്ട്. രാജ്മ ചാവൽ ഇവരുടെ പ്രധാന വിഭവമാണ്. പഹാടി ഗ്രാമങ്ങളിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന ഒന്നുമാണിത്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമ്മൾ പോകുന്നത് കർണപ്രയാഗിലേക്കാണ്. അനിമഠിൽ നിന്നും ഏതാണ്ട് 71 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. കർണപ്രയാഗിൽ നിന്നുമാണ് ആദി ബദരിയിലേക്ക് പോകേണ്ടത്. താഴെയുള്ള കടയിൽ നിന്നും ഒരു ചൂട് ചായയും കുടിച്ചതിന് ശേഷം യാത്ര തുടങ്ങി. അനിമഠിൽ നിന്നും കർണപ്രയാഗിലേക്കുള്ള യാത്രക്കിടയിൽ ആദ്യം എത്തുന്നത് ഹേലങ്ങിലേക്കാണ്. കൽപ്പഗംഗ അളകനന്ദയുമായി കൂടിച്ചേരുന്ന ഭാഗമാണിത്. ഇവിടെ നിന്നുമാണ് കൽപ്പേശ്വറിലേക്കും ഉർക്കം താഴ്വരയിലേക്കുമൊക്കെ പോകുന്നത്. ഇവിടം കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി പിപ്പൽകോട്ടിയിലാണ് എത്തിച്ചേരുക. യാത്രക്കാർ ഭക്ഷണത്തിനും വിശ്രമത്തിനുമൊക്കെയായി നിർത്തുന്ന ഈ പാതയിലെ തിരക്കേറിയ ഒരു ടൗണാണിത്. ഇവിടെ നിന്നും ഹിമാലയൻ മലനിരകളുടെ മനോഹരമായ കാഴ്ചകളും ലഭിക്കും. ചമോലിയെപ്പറ്റി കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുമുണ്ടല്ലോ. ഗോപേശ്വറിലേക്കും രുദ്രനാഥിലേക്കുമൊക്കെ തിരിയുന്നത് ഇവിടെ നിന്നുമാണ്. ചമോലി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രധാന സ്ഥലം നന്ദപ്രയാഗാണ്. പഞ്ചപ്രയാഗുകളിൽ രണ്ടാമത്തേതായ ഇവിടെ വെച്ചാണ് നന്ദാകിനി നദിയും അളകനന്ദയും സംഗമിക്കുന്നത്. സംഗമസ്ഥാനത്തിന് മുകളിലായി ഒരു ഗോപാൽജി ക്ഷേത്രവും ചണ്ഡികാദേവിയുടെ ക്ഷേത്രവും ഒക്കെയുണ്ട്. ഇങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് കർണപ്രയാഗിലെത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. ആദിബദരിയിലേക്ക് ഇവിടെ നിന്നും കുറച്ച് ദൂരമുള്ളതുകൊണ്ട് അന്ന് കർണപ്രയാഗിൽ തന്നെ കൂടി. നമുക്ക് കർണപ്രയാഗിലെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. വളരെയധികം ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു പട്ടണമാണിത്. മഹാഭാരതത്തിലെ കർണൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു പുണ്യഭൂമി. പഞ്ചപ്രയാഗുകളിൽ മൂന്നാമത്തേതായ ഇവിടെയാണ് പിണ്ടാർ നദിയും അളകനന്ദയും സംഗമിക്കുന്നത്. പ്രാദേശികമായ കഥകളനുസരിച്ച് കർണൻ ഇവിടെ വെച്ചാണ് തൻ്റെ പിതാവായ സൂര്യദേവനെ തപസ്സനുഷ്ഠിച്ചതും സൂര്യദേവൻ കർണന് വിശേഷ ശക്തികളുള്ള കവചകുണ്ഡലങ്ങൾ നൽകി അനുഗ്രഹിച്ചതും. അതുപോലെ കർണൻ ഇന്ദ്രദേവന് തൻ്റെ കവചകുണ്ഡലങ്ങൾ ദാനമായി നൽകിയതും ഇവിടെ വെച്ചാണത്രേ. ഈ കഥകളുമായി ബന്ധപ്പെട്ടാണ് ഇവിടം കർണപ്രയാഗ് എന്നറിയപ്പെടുന്നത്. നദിയുടെ ഇക്കരയായി കർണൻ്റെ ഒരു ക്ഷേത്രവും കാണാം. രാജകുമാരൻ്റെ ഭാവത്തിൽ കിരീടവും ആഭരണങ്ങളുമൊക്കെ അണിഞ്ഞ് വില്ലുമേന്തി ശ്രീകൃഷ്ണ ഭഗവാന് മുൻപിൽ ഇരിക്കുന്ന അതീവ തേജസ്സുറ്റ ഒരു രൂപമാണിത്. സമീപത്തായി അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുമുണ്ട്. മണ്ണിൽ താഴ്ന്നുപോയ തേരിൻ്റെ ചക്രം ഉയർത്താൻ ശ്രമിക്കുന്ന
മഹാഭാരത യുദ്ധത്തിനിടയിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. തൊട്ടടുത്തായി 2 ശ്രീകോവിലുകൾ കൂടി വേറെയുമുണ്ട്. ഈ ഒരു ഭാഗം മുഴുവനും തണൽ വിരിച്ചു നിൽക്കുന്ന ഒരു വലിയ ആൽമരവും ഇവിടെ കാണാം. സംഗമസ്ഥാനത്തിന് തൊട്ടുമുകളിലായി കൈവരികളും സിമന്റ് ബെഞ്ചുകളുമൊക്കെ സ്ഥാപിച്ചിട്ടുമുണ്ട്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി കാഴ്ചകളും ആസ്വദിച്ച് കാറ്റുകൊണ്ടിരിക്കാൻ ശാന്തമായൊരു സ്ഥലം. നദിയുടെ അക്കരെയാണ് സംഗമസ്ഥാനം. അങ്ങോട്ടേക്ക് കടക്കാനായി ഒരു ഇരുമ്പ് പാലവുമുണ്ട്. അവിടെയും കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. പാലം കടന്ന് അല്പം താഴേക്ക് ഇറങ്ങിപ്പോണം. ഇറങ്ങിച്ചെല്ലുന്ന ഭാഗത്ത് ഒരു ശിവക്ഷേത്രം കാണാം. താഴെയായി ഉമാദേവിയുടെയും ഗംഗാദേവിയുടെയും ശനീശ്വരൻ്റെയും ഒക്കെ പ്രതിഷ്ഠകളുമുണ്ട്. നദീസംഗമ കാഴ്ചയും മനോഹരമാണ്. ചുവപ്പ് കലർന്ന ജലവുമായി അളകനന്ദയും തെളിഞ്ഞ നീല നിറമുള്ള പിണ്ടാർ നദിയും. പിണ്ടാർ നദിക്ക് കർണഗംഗ എന്നും പേരുണ്ട്. ചെറിയൊരു ബീച്ച് പോലെ വിശാലമായൊരു മണൽ തീരവും ഇവിടെയുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരിടവും. അതുപോലെ പിതൃകർമ്മങ്ങൾക്കും ഇവിടം പ്രധാനമാണ്. സംസ്കാരകർമ്മങ്ങളും ഈ നദീതീരത്ത് നടക്കാറുണ്ടെന്ന് തോന്നുന്നു. കാരണം മുകളിലെ ബോർഡിൽ ക്രിമേഷൻ ഘട്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നതും കണ്ടിരുന്നു. കാളിദാസന്റെ പ്രശസ്ത കാവ്യമായ മേഘദൂതിൽ സതോപൻ ഭാഗീരഥി ഹിമാനികൾ പിണ്ടാർ നദിയിൽ ചേരുന്നതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. കൂടാതെ കാളിദാസന്റെ തന്നെ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിലെ ശകുന്തളയുടെയും ദുഷ്യന്ത രാജാവിൻ്റെയും പ്രണയകഥകൾ ഇവിടെ വച്ചാണ് രചിക്കപ്പെട്ടതെന്നും കരുതപ്പെടുന്നു. അതുപോലെ സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഹിമാലയൻ യാത്രക്കിടയിൽ 18 ദിവസത്തോളം ഇവിടെ ധ്യാനനിരതനായി ഇരുന്നിട്ടുള്ളതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർണപ്രയാഗിനെ പറ്റി അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഇത്രയുമാണ്. പിറ്റേന്ന് അതിരാവിലെ തന്നെ ആദിബദരയിലേക്ക് പുറപ്പെട്ടു. ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രവും അതുതന്നെയാണ്. 16 ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണത്. കർണപ്രയാഗിൽ നിന്നും 19 കിലോമീറ്റർ ദൂരമാണ് ആദിബദരയിലേക്ക്. കർണപ്രയാഗ് റാണിഖേത് റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൈനിറ്റാൽ, അൽമോറ തുടങ്ങിയ കുമാവോൺ മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു പാതയാണത്. കർണപ്രയാഗിൽ നിന്നും ബദരി റൂട്ടിൽ പാലം കടന്നുള്ള കവലയിൽ നിന്നും വലത്തോട്ടുള്ള വഴിക്കാണ് നമുക്ക് പോവേണ്ടത്. NH 109 പിണ്ടാർ നദിയുടെ തീരത്തുകൂടിയാണ് ഈ പാത കടന്നു പോകുന്നതും. ഏതാണ്ട് 7 കിലോമീറ്റർ കഴിയുമ്പോൾ സിംലി എന്നൊരു ഭാഗത്തേക്കെത്തും. ഇത് ചെറിയൊരു ടൗൺഷിപ്പാണ്. യാത്രയുടെ ഭൂരിഭാഗവും പിണ്ടാർ നദിയുടെ തീരത്തുകൂടിയാണ്. പറയാതിരിക്കാൻ വയ്യ, അത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ പാതയിൽ കാണാൻ കഴിയുക. വീതി കുറഞ്ഞതാണെങ്കിലും താരതമ്യേന നല്ല പാതകളാണ്. വലിയ മലനിരകളും വനപ്രദേശങ്ങളും പൈൻമരക്കാടുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കടന്നു പോകുന്ന യാത്ര. സമയം കൂടുതലാവുന്നതിനാൽ അധികം വിസ്തരിക്കുന്നില്ല. ആദിബദരിക്ക് 3 കിലോമീറ്റർ മുൻപായി ചാന്ദ്പൂർ ഗർഹി എന്നൊരു സ്ഥലമുണ്ട്. ഈ പ്രദേശം ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ ദേശം വളരെക്കാലം ഭരിച്ചത് പൻവാർ രാജവംശമാണ്. അവർക്ക് ഗർഹുകൾ എന്നറിയപ്പെടുന്ന 52 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായ ചാന്ദ്പൂർ ഗർഹ് ഇവിടെയായിരുന്നു. അവരുടെ രാജ്യതലസ്ഥാനമായിരുന്നത്രേ ഇവിടം. അവരുടെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കാണാം. ചരിത്രകാരന്മാരെയും സഞ്ചാരികളെയും സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. അങ്ങനെ നമ്മുടെ യാത്ര ആദിബദരി ക്ഷേത്രത്തിന് മുൻപിലേക്കെത്തി. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള അതീവ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ഒരു മതിൽക്കെട്ടിനുള്ളിലായി അതിപുരാതനമായ ചെറുതും വലുതുമായ 16ഓളം ക്ഷേത്രങ്ങളുടെ ഒരു ശൃംഖലയാണിത്. ഇതിൽ 7 ക്ഷേത്രങ്ങൾ 5 മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള ഗുപ്ത കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണെന്ന് കരുതപ്പെടുന്നു. ബാക്കിയുള്ളവ 9 മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തുമാണത്രേ. കത്യൂരി വാസ്തുവിദ്യാശൈലിയിൽ സിമൻറ്റോ മറ്റു മിശ്രിതങ്ങളോ ഇല്ലാതെ പൂർണ്ണമായും കല്ലുകൾ അടുക്കി വെച്ചുള്ള നിർമ്മാണമാണ്. ആദി ശങ്കരാചാര്യ സ്വാമികളുടെ പാരമ്പര്യത്തിലുള്ള ക്ഷേത്രമാണിതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ ക്ഷേത്രം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റേതാണ്. കറുത്ത സാളഗ്രാമശിലയിൽ നിർമ്മിച്ച ഏതാണ്ട് 3 അടിയോളം ഉയരമുള്ള ചതുർബാഹുവായി നിൽക്കുന്ന രൂപത്തിലുള്ള അതീവ തേജസ്സുള്ള ഒരു വിഗ്രഹമാണ്. സത്യയുഗത്തിൽ ഭഗവാൻ വിഷ്ണു ബദരീനാഥിലേക്ക് മാറുന്നതിന് മുൻപ് ഇവിടെയായിരുന്നു വസിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ആദിബദരി എന്നൊരു പേര് വന്നതും. മറ്റു ബദരികളെ പോലെ തന്നെ ആദി ശങ്കരാചാര്യർ ഈ ക്ഷേത്ര സമുച്ചയം സന്ദർശിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള തീർത്ഥാടകരെ സപ്തബദരി തീർത്ഥാടനത്തിലേക്ക് ആകർഷിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അത്ഭുതപ്പെടുത്തുന്ന വാസ്തുവിദ്യ തന്നെയാണ് ഈ ക്ഷേത്രങ്ങൾക്കുള്ളത്. ചെറുതാണെങ്കിലും മുഖമണ്ഡപത്തോടു കൂടിയ ക്ഷേത്രങ്ങളാണ് മിക്കതും. ശ്രീകോവിലുകളുടെ മുകൾ ഭാഗം സ്തൂപികാകൃതിയിൽ മുകളിലേക്ക് ചെന്ന് ശിഖരത്തോടു കൂടിയതാണ്.
ഇവിടുത്തെ ശ്രീകോവിലുകളിൽ അല്പം ഒരു ആഡംബരം പറയാനുള്ളത് മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലാണ്. പഴയകാല ശില്പങ്ങളിൽ പലതും കാലപ്പഴക്കം കൊണ്ട് തേഞ്ഞു തുടങ്ങി. വ്യാളീരൂപങ്ങളും പുരാണ കഥാസന്ദർഭങ്ങളും ദേവീദേവന്മാരും സാലഭഞ്ജികമാരും എന്നിങ്ങനെ ധാരാളം കൊത്തുപണികൾ. ഒരു കാലത്തിവിടം കുറച്ചുകൂടി വിശാലമായ ഒരു ക്ഷേത്ര സമുച്ചയവുമായിരുന്നു. പഴയകാല അവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിന് പുറകിലായി അടുക്കി വച്ചിരിക്കുന്നതും കാണാം. ഓരോ ക്ഷേത്രത്തിൻ്റെയും മുകളിൽ കാണുന്ന ആ കൂർത്ത ഭാഗത്തെ ശിഖരം എന്നാണ് പറയുന്നത്. ഇതിൽ ഓരോന്നിലും ശ്രീകോവിലിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വലുതും ചെറുതുമായി കാണാം. ശിഖരത്തിന് മുകളിലായി ഒരു ചക്രം പോലെ കാണുന്ന ഭാഗത്തെ ആമലകം എന്നാണ് വിളിക്കുന്നത്. വൃത്താകൃതിയിൽ പ്രത്യേകം ദളങ്ങളോട് കൂടിയവയാണിത്. സാധാരണയായി ഇത് താമര അല്ലെങ്കിൽ സൂര്യൻ, പത്മപീഠം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഈ കലശം സ്ഥാപിക്കുന്നത്. കേദാർനാഥിലും ബദരീനാഥിലും അതുപോലുള്ള ക്ഷേത്രങ്ങളിലുമൊക്കെ മുകൾ ഭാഗത്തായി ഒരു ചെറിയ കൂടാരത്തിനുള്ളിൽ ഇതുപോലെ വട്ടത്തിലുള്ള പീഠത്തിൽ ഒരു വലിയ കലശം സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? പാലാഴിമഥനത്തിൽ നിന്ന് ലഭിച്ച അമൃതകുംഭത്തെയാണ് ഈ കലശം സൂചിപ്പിക്കുന്നത്. ഇതേ വാസ്തുവിദ്യയുടെ കുറച്ചുകൂടി വിസ്തരിച്ച ഭാഗമാണ് പ്രധാന ക്ഷേത്രങ്ങളിൽ കാണുന്നതെന്ന് മാത്രം. കത്യൂരി, ചന്ദ് രാജവംശങ്ങളുടെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങളിലാണിവ കൂടുതലും കാണപ്പെടുന്നത്. ഇവിടുത്തെ ചില ക്ഷേത്രങ്ങളിൽ പീഠത്തിൻ്റെ സ്ഥാനത്തും ഈ ആമലകം കാണപ്പെടാറുണ്ട്. ഇത്തരം ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രീതിയിൽ മുകൾ ഭാഗം താഴെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും കുറുകി വരുന്ന രീതിയിലാണത്. അതുകൊണ്ടാണ് സ്തൂപികാകൃതി എന്ന് പറയുന്നതും. ഇതിനെ വാസ്തുവിദ്യയിൽ ഫാംസന ശൈലി എന്നും പറയാറുണ്ട്. ഈ ആകൃതിയിലുള്ള മേൽക്കൂരകൾ കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാണ് നിർമ്മിക്കുന്നത്. ഇത് മഴവെള്ളവും മഞ്ഞുമൊക്കെ പെട്ടെന്ന് താഴേക്ക് ഒഴുകിപ്പോകാൻ സഹായിക്കുന്നു. ഓരോ ദേശത്തെയും കാലാവസ്ഥയനുസരിച്ച് നിർമ്മാണ ശൈലിയിലും വ്യത്യാസം വരും. നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ ക്ഷേത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ക്ഷേത്ര സമ്പ്രദായങ്ങൾ പല ദേശങ്ങളിലെയും ഒന്നാണെങ്കിലും അതിൻ്റെ ഘടനയും നിർമ്മാണ രീതികളും വ്യത്യസ്തമായിരിക്കും. ക്ഷേത്രത്തിലെ പൂജാരിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കലിയുഗത്തിലാണ് ഭഗവാൻ ബദരീനാഥിലേക്ക് മാറിയതെന്നും കലിയുഗാവസാനം ബദരീനാഥ് പാതയടയുമ്പോൾ ഭഗവാൻ ഭവിഷ്യബദരിയിൽ പ്രത്യക്ഷപ്പെടുമെന്നും, എന്നാൽ ആ മാറ്റത്തിന് ശേഷം ആരാധനകളുടെയും തീർത്ഥാടനത്തിൻ്റെയും പ്രധാന കേന്ദ്രമായി ആദിബദരി വീണ്ടും മാറുമെന്നും ഇവിടെ ഭഗവാന്റെ സാന്നിധ്യം കൂടുതൽ പ്രകടമാവുകയും ചെയ്യുമത്രേ. സ്വർഗാരോഹണത്തിന് മുൻപ് പാണ്ഡവർ ഇവിടം സന്ദർശിക്കുകയും പൂജകൾ നടത്തിയിരുന്നതായും വിശ്വാസമുണ്ട്. വേദവ്യാസ മഹർഷി വേദങ്ങളെ 4 ആക്കി ക്രമീകരിച്ചതും ഇവിടെ വെച്ചാണത്രേ. ഇവിടുത്തെ പ്രധാന ഉപദേവതമാർ ശിവൻ, ഗണപതി, മഹാലക്ഷ്മി, ലക്ഷ്മി നാരായണൻ, ഗരുഡൻ, സൂര്യനാരായണൻ, ദുർഗാദേവി, അന്നപൂർണ, കുബേരൻ എന്നിങ്ങനെയാണ്. ഭാരതീയ വാസ്തുവിദ്യയുടെയും വിശ്വാസത്തിൻ്റെയും മനോഹരമായൊരു സംഗമ ഭൂമിയാണിത്. ചമോലി ജില്ലയിലെ ഗൈർസൈൻ എന്ന താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിബദരി എന്ന പേരിൽ തന്നെയാണ് ഈ ഗ്രാമവും അറിയപ്പെടുന്നത്. പ്രകൃതിയും പുരാതന വാസ്തുവിദ്യയും കൈകോർക്കുന്ന ഈ ഗ്രാമം ഏതൊരു സഞ്ചാരിക്കും ഒരു വിരുന്ന് തന്നെയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഒരു ചായ കുടിക്കാനായി വഴിയിലേക്കിറങ്ങി. തനി സാധാരണ നാട്ടിൻപുറത്തെ കാഴ്ചകൾ. ചുറ്റുപാടും മലനിരകളും വനപ്രദേശവുമാണ്. അതിനുള്ളിൽ കുറച്ച് വീടുകളും കടകളും. അവരുടെയൊക്കെ വേഷവിധാനങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. ഗ്രാമത്തിലെ വിശേഷങ്ങളും കാലാവസ്ഥയും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു കൂട്ടർ. ഒരാൾ ഗംഭീരമായ പത്രം വായനയിലാണ്. അതിനിടയിൽ പഴയകാല ഒരു തയ്യൽ കടയും. കല്ലുകൾ പാകിയ മേൽക്കൂരയുള്ള വീടുകൾ. ലളിതമായ ജീവിതമാണെങ്കിലും അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരു പ്രത്യേക ആത്മബന്ധം തോന്നും. ഹിമാലയൻ ഗ്രാമങ്ങളുടെ നട്ടെല്ല് എന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകൾ തന്നെയാണ്. കിലോമീറ്ററുകൾ നടന്ന് വിറക് ശേഖരിക്കുന്നതും കന്നുകാലികളെ മേയ്ക്കുന്നതും കൃഷിപ്പണികൾ കൂടുതലായി ചെയ്യുന്നതുമെല്ലാം അവരാണ്. അവരുടെ കഠിനാധ്വാനമാണ് ഈ ഗ്രാമങ്ങളെ സജീവമായി നിലനിർത്തുന്നതും. കഠിനാധ്വാനികളായ മനുഷ്യർ, ഒട്ടും കലർപ്പില്ലാത്ത പുഞ്ചിരികളും. ഹിമാലയത്തിലെ ജീവിതം എത്ര ലളിതവും എന്നാൽ അർത്ഥപൂർണവുമാണെന്ന് ഈ യാത്രക്കിടയിൽ കണ്ട ഓരോ ഗ്രാമക്കാഴ്ചയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടുത്തെ ഓരോ വീട്ടുതിണ്ണകളിലും നമ്മളെ കാത്തിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്നേഹത്തിൻ്റെ കഥകളാണ്. ഇവിടെ നിന്നും നേരെ കർണപ്രയാഗിലേക്കാണ് പോയത്. കർണപ്രയാഗിലെത്തിയപ്പോൾ ബൈക്കിനൊരു ഫോൺ ഹോൾഡർ ഫിക്സ് ചെയ്യാനായി കയറി. പക്ഷേ അവരത് ഫിക്സ് ചെയ്ത് തരില്ല. കടക്കാർ ഒരു വർക്ക്ഷോപ്പ് പറഞ്ഞു തന്നു. ഞാൻ ആ വർക്ക്ഷോപ്പ് അന്വേഷിച്ച് നടക്കുമ്പോഴേക്കും ആ കടയിലെ കുട്ടികളും ബൈക്ക് എടുത്ത് എൻ്റെ പുറകെ വന്നു. കാരണം എനിക്ക് ഭാഷ കൃത്യമായി അറിയില്ല എന്നവർക്ക് മനസ്സിലായിരുന്നു. ഞാൻ പറ്റിക്കപ്പെടാതിരിക്കാനും കുഴപ്പത്തിലാവാതിരിക്കാനുമാണ് അവർ പുറകെ വന്നത്.
ആകെ 200 രൂപയുടെ ഒരു സാധനമാണ് ഞാൻ വാങ്ങിയത്. അവരാ വർക്ക്ഷോപ്പിലിരുന്ന് ജോലിക്കാരനെ കൊണ്ട് അതും ഫിക്സ് ചെയ്ത് ഇത്രയും ദൂരം പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് വണ്ടിയുടെ ചില അറ്റകുറ്റപ്പണികളും തീർത്തിട്ടാണ് എന്നെ മടക്കി അയച്ചത്. അവർക്കെന്ത് കാര്യമല്ലേ, വളരെ നല്ല കുട്ടികൾ. അവരോട് നന്ദിയും പറഞ്ഞ് ഒരു ചിത്രവും എടുത്തിട്ടാണ് ഞാൻ മടങ്ങിയത്. അതുപോലെ വരുന്ന വഴിയിൽ ഒരു കടയിൽ ആഹാരം കഴിക്കാനായി കയറി. പക്ഷേ അതൊരു ബേക്കറി പോലെ ചായയും ചെറുകടിയും മറ്റ് സാധനങ്ങളുമൊക്കെ കിട്ടുന്ന ഒരു ചെറിയ കടയായിരുന്നു. ഞാൻ കഴിക്കാൻ ചോദിച്ചപ്പോൾ അയാൾക്ക് ഇല്ല എന്ന് പറയാൻ മടി. കാരണം ഇനി ഹോട്ടൽ വേണമെങ്കിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകണം. അയാൾ പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. കടയോട് ചേർന്ന് തന്നെയാണ് അയാളുടെ വീട്. ഭാര്യയെ വിളിച്ച് വേഗം കുറച്ച് ചപ്പാത്തിയും ചായയും ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. അയാൾ എന്നെയും കൂട്ടി താഴെയുള്ള അയാളുടെ കൃഷിയിടത്തിൽ പോയി പച്ചക്കറികളുമൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കറികളുമുണ്ടാക്കി മതിയാവോളം ആഹാരവും കഴിപ്പിച്ചാണ് വിട്ടത്. പണത്തിനുമപ്പുറം ഇതിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. ഇവിടെ നിന്നും രുദ്രപ്രയാഗ് വഴി നേരെ ഹരിദ്വാറിലേക്കാണ് പോയത്. ഹരിദ്വാറിൽ ഒരു ദിവസം തങ്ങിയതിന് ശേഷം തിരികെ നാട്ടിലേക്കും. എന്തോ ഇത്തവണത്തെ ഈ യാത്ര തികച്ചും ഹൃദയസ്പർശിയായിരുന്നു. നിഷ്കളങ്കരായ ഒരുപാട് പേരെ പരിചയപ്പെടാനും അവരുടെ ജീവിതങ്ങൾ നേരിൽ കാണുവാനും സാധിച്ചു. ഈ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം.